അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഹസ്ബിയല്ലാഹ് لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا فادركنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر. صدق الله العلي العظيم. قال النبي المصطفى محمد صلى الله عليه وسلم: لن يخرج أحدكم من الدنيا حتى يعلم أين مصيره وحتى يرى مقعده من الجنة أو النار. صدق رسوله الكريم. മഹത്തായ വേദിയുടെ സമാദരണീയനായ അധ്യക്ഷൻ ബഹുമാന്യനായ അബ്ദുസ്സലാം മൗലവി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രാസ്ഥാനിക വെളിച്ചവും സുഹൃതങ്ങളുടെ സംരംഭങ്ങളിൽ പൂന്തോപ്പിൽ താമരെ പോലെ പൂത്തൊല്ലസിച്ചു നിൽക്കുന്ന ബഹുമാന്യനായ KK തങ്ങൾ വെട്ടിച്ചറ, ബഹുമാന്യനായ ഹബീബ് കോയ തങ്ങൾ, ബഹുമാന്യനായ സയ്യിദ് സ്വാലിഹ് തങ്ങൾ ഐദറുസി, ഈ മഹലിന്റെ പ്രസിഡന്റും മലയാളക്കരയിലും ഗൾഫ് നാടുകളിൽ വലിയ അറബ് പണ്ഡിതന്മാർക്ക് വരെ ദർസ നടത്തുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുകയും ശാരീരിക ക്ഷീണം കാരണത്താൽ താൽക്കാലികമായി ഇടക്കാലത്ത് മാറിയിരുന്നാലും അന്ത്യം വരെ മനസ്സുകൊണ്ടും മനനം കൊണ്ടും ചിന്ത കൊണ്ടും ചെയ്തി കൊണ്ടും മലയാള മണ്ണിനെ ആധ്യാത്മിക പ്രഭ കൊണ്ട് ഭാസ്കരമാക്കിയ ബഹുമാന്യനായ അസ്ഹരി തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രനുകൂടിയായ ബഹുമാന്യനായ ഹുസൈൻ കോയ തങ്ങൾ, സ്റ്റേജിലുള്ള SKSFന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ, പണ്ഡിതന്മാർ, സാസിൽ ഒരുമിച്ച് കൂടിയ വന്യവയോധികരായ കാരണവന്മാർ, സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാർ, പ്രവർത്തകനായ പ്രത്യേകം സജ്ജീകരിച്ച വേദി, വിശുദ്ധ റമദാനിന്റെ ഈ ളുഹാ സമയത്ത്
പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി അച്ചടക്കത്തോടുകൂടിയും അതവോടുകൂടിയും കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, കൂട്ടത്തിൽ പ്രാർത്ഥന നിർവഹിച്ച ബഹുമാന്യനായ ഖത്തീബ് സാദിഖ് ഫൈലി, എന്റെ പ്രിയ സുഹൃത്ത് അടക്കം ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പേരുകൊണ്ട് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നില്ല, ഹൃദയം കൊണ്ട് വഹിക്കുകയാണ്. ഈ സമയത്ത് എല്ലാ ദിവസങ്ങളിലും കാര്യഗൗരവത്തോടെ ഓർക്കേണ്ട ഒരു വിഷയമാണ് ഈ മുത്തഅല്ലിം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഖബർ ഇരുളും വെളിച്ചവും എന്നതാണ്. ആമുഖം നീട്ടേണ്ടതില്ലാത്തതുകൊണ്ടും നീട്ടാൻ സമയമില്ലാത്തതുകൊണ്ടും ആമുഖമായി പറയേണ്ട കാര്യങ്ങൾ സ്വാഗത പ്രസംഗത്തിലടക്കം കടന്നു വന്നതുകൊണ്ടും നേരെ ചൊവ്വേ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സഹൃദയരായ ശ്രോതാക്കളെ സ്നേഹത്തോടെ വിഷയം ഉൾക്കൊള്ളാൻ വേണ്ടി എന്നെയും ക്ഷണിക്കുകയാണ്. നമ്മുടെ നേരെ മുമ്പിലുള്ളത് മരണമാണ്. അത് കഴിഞ്ഞാൽ ഖബറ, അത് കഴിഞ്ഞാൽ മഹ്ശറ, പിന്നെ സിറാത്ത് പാലം. അതിമെന്നാണ് പിന്നെ തീരുമാനം എവിടുക്കാണെന്നുള്ളത്. തീരുമാനം നേരത്തെ ഉണ്ട്, അതിലൂടെയാണ് പോകുന്നത്. മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഇൻസാൻ ഹൈവാനീയത്തിന്റെയും ശൈത്താനീയത്തിന്റെയും മലക്കീയത്തിന്റെയും ഒക്കെ സംയുക്ത രൂപമാണ്. ഹൈവാനീയത്തിന് വേണ്ടത് ഭക്ഷണമാണ്, ശൈത്താനീയത്തിന് വേണ്ടത് ഒച്ചപ്പാടാണ്, മലക്കീയത്തിന് വേണ്ടത് അള്ളാഹുവിനെ. അതാണ് അള്ളാഹു താല ഈ നോമ്പിലൂടെ നടപ്പിലാക്കുന്നത്. ഹൈവാനീയത്തിനെ നിർവീര്യമാക്കി, ഭക്ഷണം പറ്റൂല, വെള്ളം പറ്റൂല. ശൈത്താനീയത്തിനെ കീഴ്പ്പെടുത്തി, കാരണം അധരം പിടിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു. അധരം, ഉദരം, ഗുഹ്യം, ഇതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അപകടം. അള്ളാഹു എല്ലാ അവയവങ്ങളെയും രണ്ടെണ്ണമാക്കി. 2 കണ്ണ്, 2 കൈ, 2 കാല്, എല്ലാം രണ്ടെണ്ണമാണ്, അല്ലേ? എല്ലാം രണ്ടെണ്ണമാണ്. ശരീരത്തിൽ 2 അവയവം മാത്രം ഒന്നാക്കി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എല്ലാ അവയവങ്ങളും രണ്ടെണ്ണം. 2 കൈ, 2 കാല്, 2 കണ്ണ്, 2 ചെകിട്, ഒക്കെ രണ്ടെണ്ണം. 2 മൂക്ക്, മൂക്കും രണ്ടെണ്ണം. ആരാ തപ്പിയൊക്കെ ഉണ്ട്? തപ്പിയാൽ ഒന്നേ കാണുള്ളൂ, പക്ഷെ തത്വത്തിൽ രണ്ടെണ്ണം. മൂക്കിന്റെ ദ്വാരത്തിലൂടെ 1 മണിക്കൂർ ശ്വാസം ഇങ്ങനെ പോയാൽ മറ്റേ ദ്വാരം അടങ്ങിക്കാണ്, വിശ്രമിക്കുകയാണ്. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇടത് ഭാഗത്തെ ദ്വാരത്തിലൂടെ ശ്വാസം പോകും. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാൽ വലത് ഭാഗത്തിലെ ദ്വാരത്തിലൂടെ ശ്വാസം പോകും. അപ്പൊ കാഴ്ചയിൽ 1 അവയവമാണെങ്കിലും പ്രവർത്തനത്തിൽ 2 അവയവം. അതാണ് 2 മൂക്ക് എന്ന് പറഞ്ഞത്. പക്ഷെ ഗുഹ്യസ്ഥാനവും നാവും ഒന്നാക്കി ചുരുക്കി. 2നും എല്ലില്ലാത്ത അവയവമാണ്. ഇതെന്താ അങ്ങനെ ചുരുക്കാൻ കാരണം? ഇതുകൊണ്ട് 2 കൊണ്ടും പണി കുറവാണ് എന്നതിലേക്ക് സൂചന. പക്ഷെ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മുസീബത്ത്, ഏറ്റവും കൂടുതൽ പണി നടക്കുന്നത് ഈ 2 അവയവമാണ്. അവിടെ ഒരു നോമ്പും കൂടി ഇല്ലെങ്കിൽ എന്തായി പോകുക അവസ്ഥ? അതുകൊണ്ട് നമ്മുടെ നേരെയുള്ള യാത്ര മരണം വഴി ഖബറിലേക്കാണ്. മരണം ഖബറിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന അതിഥിയാണ്. ഖബർ നാട്ടുകാരെ കുഴിച്ച് വെക്കും, ഉറപ്പാണ്, അല്ലെ? മരിച്ചാൽ ഖബറിന് ചെലവൊന്നുമില്ല, നാട്ടുകാര് കുഴിച്ചെടുക്കും. പക്ഷെ ഖബർ വിശാലാക്കലും വെളിച്ചുണ്ടാക്കലും നമ്മളെ പണി. അത് മഹല്ല് കമ്മിറ്റി ഏറ്റെടുക്കൂല. മഹല്ല് കമ്മിറ്റി പരമാവധി ഖബറൊന്ന് കുഴിച്ചേരും, കഴിഞ്ഞു. ഖബർ കുഴിക്കുന്ന ആളുകള് ഖബർ കുഴിച്ച അവരത് കഴിഞ്ഞു. അവിടെ വെളിച്ചുണ്ടാക്കൽ നമ്മളെ പണിയാണ്. നമ്മൾ ഉണ്ടാക്കാതെ വെളിച്ചം ഉണ്ടാവില്ല. വയറിങ് ചെയ്യണം, ബൾബ് ഫിറ്റ് ചെയ്യണം, കണക്ഷൻ കൊടുക്കണം, ദുനിയാവ് തന്നെ. എന്നിട്ട് അവിടെ പോയിട്ട് ഓണാക്കണം, അപ്പൊ വെളിച്ചം ഉണ്ടാവും. എങ്ങനെയാണ് വെളിച്ചം? അല്ലെങ്കിലോ ഖബറിന്റെ സ്വാഭാവികത ഇരുട്ടാണ്. ആർക്കും അറിയുന്നല്ലേ? ഖബറിന്റെ സ്വാഭാവികത ഇരുട്ടാണ്.
നമ്മളെപ്പോഴും കേൾക്കലുണ്ട് 6 അടി മണ്ണ്. ഇരുട്ട് കൊണ്ട് പെയിന്റിട്ട ഒരു ഗുഹയാണ്. മേലെ മൂടുകല്ലുകളാ, ഇരുട്ട് കൂടി. അതിന്റെ മേലെ മണ്ണാണ്, ഇരുട്ട് കൂടി. അതിന്റെ മേലെ മീസാങ്കല്ല, ഇരുട്ട് കൂടി. അതിന്റെ മേലെ പൂച്ചെടി കുത്തിവെച്ചാ പിന്നെ പൊന്താവാൻ, ഇരുട്ട് കൂടി. സ്വാഭാവികമായിട്ട് ഇരുട്ടാണ്. ഇനി അവിടെ വെളിച്ചം കിട്ടണം. അതിന് കൽബില് വെളിച്ചുണ്ടാവും. ഇതിന്റെ ഉള്ളിൽ വെളിച്ചുണ്ടെങ്കിൽ അവിടെ വെളിച്ചായി. കൽബിൽ ഹിദായത്തിന്റെ നൂറാനിയത്ത് ഉണ്ടെങ്കിൽ ഖബർ വെളിച്ചാവും. ആ കൂട്ടത്തിൽ അല്ലാഹ് നമ്മളെ പെടുത്തട്ടെ. വിഷയം വളരെ ഗൗരവമാണ്. മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ടാൽ പൊട്ടി പൊട്ടി കരയുമായിരുന്നു. ചെറുപ്പത്തിലേ കേൾക്കുന്ന സംഭവമാണ്. കാരണം എന്തേ? സമഅതു റസൂലല്ലാഹ്, ഞാൻ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കേട്ടു. അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബറാകുന്ന ഇരുട്ടറയുടെ ഇടുങ്ങിയ ഗേഹം പരലോകമാകുന്ന അനന്തമായ അനശ്വരമായ ശാശ്വതമായ പ്രവിശാലമായ അറ്റമില്ലാത്ത ജീവിതത്തിന്റെ ഗേറ്റാണ്. അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ട അതിനുശേഷമുള്ളത് അതിനേക്കാൾ എളുപ്പമാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെ ആരെങ്കിലും കഷ്ടപ്പെട്ട അതിനുശേഷമുള്ളത് അതിനേക്കാൾ പ്രയാസമാണ്, ഞെരുക്കമാണ് എന്ന് പരിശുദ്ധ റസൂൽ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഖബർ കണ്ടാൽ ഉടനെ പൊട്ടി പൊട്ടി കരയിപ്പിക്കുന്നത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കാണ്. ഖബർ ഇങ്ങനെ കണ്ടാൽ, മഹാനായ റബീബ് ഇബ്നു ഖൈസും എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. അവര് ജീവിതത്തിൽ വീട്ടിൽ ഖബർ കുഴിച്ചിട്ട ആളാ. ആ ഖബറിന്റെ ഉള്ളിൽ ജീവിതകാലത്ത് ഇങ്ങനെ ഇടക്ക് പോയി കിടക്കും, ഒരുപാട് സമയം കിടക്കും. എന്നിട്ട് പുറത്തേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ കരയും. നാളെ ഇപ്പൊ അവിടെയല്ലോ പോയി കിടക്കാനുള്ള നിങ്ങൾ ചിന്തിച്ചോ. കാണി, ഇന്നലെ നോമ്പറന്ന ഒരാള് ഇന്ന് അസർക്ക് ഖബർക്ക് പോകാൻ നിൽക്കണം, മരിച്ചു. ഇന്നലെ അണ്ടിപ്പരിപ്പം മുന്തിരിയുള്ള പായസം കുടിച്ച ആള് ഇന്ന് മരിച്ചു. നോമ്പ് ഒന്നിന് എന്നോട് ഫോൺ ചെയ്ത് സംസാരിച്ച ഒരു ചെറുപ്പക്കാരൻ ഇന്ന് ഖബറിലാണ്. നോമ്പ് ഒന്നിന് എന്നോട് ഫോൺ ചെയ്ത് സംസാരിച്ചു, നോമ്പറക്കാൻ വിളിച്ച ഞങ്ങൾ വരുമെന്ന് വെച്ചു. ഇന്ന് ഖബറിൽ. ഞാൻ പറഞ്ഞു, ഈ നോമ്പറക്ക എവിടെയും പോകാനില്ല, പറ്റിയാല് നോമ്പ് കഴിയുന്നതിനിടയ്ക്ക് എപ്പോഴെങ്കിലും യാത്രന്റെ അടിയിൽ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു. ഇനി ഞാൻ പോയാ പോല്ല. ഇത് എന്റെ അനുഭവം, നിങ്ങളൊക്കെ അനുഭവങ്ങൾ ഇനി ചോദിച്ചു. എപ്പോഴാണെന്നുള്ളതിൽ മാത്രമേ നമുക്കറിയില്ല, വരും എന്നുള്ളത് ഉറപ്പാണ്. ഈ ലോകത്ത് ഉറപ്പുള്ള ചുരുങ്ങിയ ചില കാര്യങ്ങളുണ്ട്, അതിൽപ്പെട്ടതാണ് മരിക്കുന്നുള്ളത്. വേറെ എന്ത് തീരുമാനിച്ചാലും ഉറപ്പില്ല. എന്റെ ഒരു അടുത്ത സുഹൃത്തുണ്ടായിരുന്നു, ഒരു പ്രഭാഷകനാണ്. അദ്ദേഹം മിഞ്ഞാന്ന് ഖത്തറിൽ പോകേണ്ട ആളാണ്. ഖത്തർ പോകാൻ വേണ്ടിയിട്ട് വന്നു. അയാളെ യാത്രയപ്പൊക്കെ കൊടുത്തു. 2-3 ശാസ്ത്രം വെച്ചിട്ട് യാത്രയപ്പ് പ്രവർത്തകരൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു. എന്നോട് യാത്ര അറിയാൻ വേണ്ടി വന്നിരുന്നു. പിന്നെണ്ട് മിഞ്ഞാന്ന് രാത്രി എന്റെ അടുത്തേക്ക് ഇറങ്ങി, പോയിട്ടില്ല. എന്തേ? എയർപോർട്ടിൽ നിന്ന് എന്തോ പ്രശ്നമായിട്ട് കണ്ടെന്നെ തിരിച്ചയച്ചു. കണ്ടോ, ആ പോക്ക് മുടങ്ങാ. അതിലുണ്ടാവും ഗൾഫ് പോകാൻ തീരുമാനിച്ച ആളുകളൊക്കെ. തീരുമാനിച്ചു എന്നല്ലാതെ ഒരു ഉറപ്പില്ല പോകും. അവിടെ എത്തി. കല്യാണം തീരുമാനിച്ചാൽ മുടങ്ങാ. കല്യാണത്തിന് തലേന്ന് ചാടി പോണ പെൺകുട്ടികളെ കേട്ടിട്ടില്ലേ? ഇന്നലെ ഒരാൾ എന്നോട് വിളിച്ചു, എന്റെ നാട്ടിൽ നിങ്ങൾ വേദന വരുന്നുണ്ട് അവിടെ 18-ാം തീയതി. അപ്പൊ എന്റെ നാട്ടിൽ നിന്ന് ഒരു പെണ്ണ് ചാടി പോയിട്ടുണ്ട്, കല്യാണത്തിന് 2 ദിവസം വേദന പറയണം. കല്യാണം തീരുമാനിച്ചിട്ടുണ്ട്, അതിന്റെ ഇടയ്ക്ക് ചാടി പോകണം. ഏതും നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല, തീരുമാനിക്കാം. പക്ഷെ ഉറപ്പിക്കാൻ പറ്റും മരിക്കുന്നുള്ളത്. അവിടെ ചാടി പോകാനും പറ്റൂല. അവിടെ മയ്യത്ത് കെട്ടിലാവുന്ന ഫ്ലൈറ്റ് മിസ്സാവില്ല. അസ്രായിലാകുന്ന സ്പോൺസർ വരാതിരിക്കില്ല. ഒന്നുമില്ല, ഒക്കെ റെഡിയാണ്. സമയം കണ്ടായാൽ ചിലപ്പോ നോമ്പറക്കുമ്പോഴാവും, ചിലപ്പം പായസം കുടിക്കുമ്പോഴാവും, ചിലപ്പം ബാങ്ക് കൊടുക്കുമ്പോഴാവും, ചിലപ്പം വേള് പറയുന്നതിനിടയിലാവും, ചിലപ്പോ ഉറങ്ങാൻ കിടന്നാലാവും. ഒന്നും പറയാൻ പറ്റില്ല എപ്പോഴാണ്.
അതുകൊണ്ടാണ് ഇമാമുന ശാഫി പറഞ്ഞത് كم لاحق والمنى يا فوق هامته لو كان يعلم عيبا مات من كمده كم لاحق والمنى يا فوق هامته لو كان يعلم عيبا مات من كمده من كان لم يطع من في بقاء غدي ماذا تفكره في رزق بعد غدي مولاي صل وسلم دائما أبدا ഷാഫി ഇമാമിന്റെ വളരെ പ്രൗഢഗംഭീരമായ അർത്ഥഗാംഭീര്യമുള്ള ഒരു കവിതയാണ്. കം ലാഹിഖിൻ, എത്ര ചിരിക്കുന്ന ആളുകളാണ്. വൽ മനായ ഫൗക ഹാമത്തി, മരണം അവന്റെ മൂർധാവിന്റെ മീതെയാണ്. അല്ലാഹുവേ, ചിന്തിച്ചു നോക്കൂ. ഷാഫി ഇമാമിന്റെ കവിതയാണ്. കം ലാഹിഖിൻ, ചിരിക്കുന്ന എത്ര മനുഷ്യന്മാരാണ്. ഏത് സ്ഥിതിയിൽ വാവ് ഹാലിയാണ്. വൽ മനായ, മരണം ഫൗക ഹാമത്തിഹി, അവന്റെ അലച്ചയുടെ പടിവാതിൽക്കലാണ്, അവന്റെ മൂർധാവിന്റെ മീതെയാണ്. എന്നിട്ട് ഇമാമിന് ഷാഫി പറഞ്ഞത് വല്ലാത്ത ചിന്തനീയമായ ഒരു പ്രയോഗം. ലൗ കാന യഅലമു, ഒരു മനുഷ്യൻ അറിയാണെങ്കിൽ, ആ ചിരിക്കണോന്ന് അറിയാണെങ്കിൽ, നാളെ വരുന്നത് ഇന്നറിയാണെങ്കിൽ, മാത്ത മിൻ കമദി, ദുഃഖിച്ചിട്ട് ഇന്ന് തന്നെ മരിക്കും, നാളൊക്കെ ആയുസ് ഉണ്ടാവില്ല അല്ലേ? എന്നോടൊരിക്കല് ഒരു സ്റ്റേജിൽ വെച്ചുകൊണ്ട് പെടുന്നനെയുള്ള മരണത്തിന്റെ വേജാറ് പറഞ്ഞ്, നിനക്ക് പെടുന്നനൊക്കെ മരിച്ചു എന്ന കാലാണ് എന്നൊക്കെ പറഞ്ഞ ചെറുപ്പക്കാരൻ പിറ്റേന്ന് തമൈലോറിന്റെ അടിപ്പെട്ടിട്ട് മരിച്ചു. ഷാഫി ഇമാമിന്റെ ഈ കവിത ആ ചെറുപ്പക്കാരന്റെ ആ സംഭവം കൂടി താരതമ്യം ചെയ്തിട്ട് എന്റെ കൽബ് ഇങ്ങനെ ഇടയ്ക്ക് കുലുങ്ങുന്നു. കാരണം അവൻ എന്നോട് പറയുന്ന സമയത്ത് സേലത്തുനിന്ന് വന്ന തമൈലോറിയാണ്, അത് അവിടുന്ന് പുറപ്പെട്ടു. അതിന്റെ ടയർ എന്റെ തലക്കാനുള്ള കണക്കാക്കിയതാ. അതിങ്ങനെ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. പാലക്കാട് കഴിഞ്ഞ് ഒറ്റപ്പാലം കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഇവനിങ്ങണ്ട് റോട്ടിൽ ഇറങ്ങി രണ്ടും കൂടി കണ്ട് ഒഴിച്ചപ്പോ ടയർ എന്റെ തലമാതാണ്ട് കയറി, തല അങ്ങോട്ട് ചപ്പിളിയായി. അവൻ തലേനേറ്റ് അറിയാൻ എന്റെ തലക്ക് വേണ്ടി പഠിച്ചവും കണക്കാക്കിയിട്ടുള്ള ടയർ ഇപ്പൊ സേലത്തുനിന്ന് പുറപ്പെട്ടിരിക്കണെന്ന് അറിയാണെങ്കിൽ നാളെ മൂപ്പരുണ്ടാവില്ല, അങ്ങനെ വരും. അതാണ് ഷാഫി ഇമാം പറഞ്ഞത്. എത്രയെത്ര ചെറുപ്പക്കാരാണ് നോമ്പ് തുറക്കാനുള്ള ബത്തക്കയും പൈനാപ്പിളുമായി ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ പ്രതീക്ഷയോടെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നവൻ വഴിമധ്യേ ഇന്നാലില്ല കം ലാഹിഖിൻ വൽ മനായാ ഫൗക ഹാമതിഹി ലൗ കാന യഅലമു ബമ്മാത മിൻ കമദി. പാലക്കാട് ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ പിറ്റേ ദിവസം പുതുമണവാളനായി മണിയറയിലേക്ക് അണിഞ്ഞൊരുങ്ങി പുറപ്പെടേണ്ടവനാണ്. വിശാലമായ പന്തൽ വീട്ടിൽ തയ്യാറാക്കിയിരിക്കുകയാണ്. ആ പന്തലിലേക്ക് കല്യാണം കൂടാൻ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തതാണ് കുടുംബക്കാർ. ഇവൻ പുതിയാപ്പിള ഇറങ്ങാനുള്ള സമയത്തിന്റെ തൊട്ടു മുമ്പായി മുഖത്തുള്ള മിനുക്ക് പണിക്ക് വേണ്ടി ബാർബർ ഷാപ്പിലേക്ക് കയറിയവനാണ്. അല്ലാഹ്, ആ കടയിൽ നിന്ന് നേരെ ഇറങ്ങിയത് ഒരു ലോറിയുടെ അടിയിലേക്കാണ്. പുതിയാപ്പിള രണ്ട് കഷ്ണമായി. അവിടെ എന്റെ പള്ളിയിൽ അസിസ്റ്റന്റായ ഉസ്താദ് പങ്കെടുക്കേണ്ടിയിരുന്നവനാണ്.
അദ്ദേഹം കല്യാണത്തിന് കൂടാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോവുകയാണ്, എന്റെ കുടുംബക്കാരനാണ് എന്ന്. അപ്പോൾ ഞാനൊരു യാത്രയിലാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു, ഉസ്താദെ ഞാൻ പോയിട്ടില്ല, ആ പുതിയാപ്പിള ആക്സിഡന്റിൽ മരിച്ചു. എത്രയെത്ര മരണങ്ങളാണ്. എന്റെ പ്രിയങ്കരനായ സുഹൃത്തല്ലേ, മലയാളക്കരയിൽ അറിയപ്പെട്ട കാതികനല്ലേ കാരാകൃഷി, പെരിന്തൽമണ്ണയിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ സ്റ്റേജിൽ കൊഴിഞ്ഞു വീണ് മരിച്ചില്ലേ. കംവാഹിക്കിൻ വൽമന യാ ഫൗക ഹാമതിഹി ലൗ കാന യഅലമു ബമ്മാത മിൻക മദീ. കാരാകൃഷി എന്നുള്ളൊരു കാരികൻ അങ്ങനെ മരിച്ചു. പ്രായം കൊണ്ട് എന്റെ ഒരുപാട് മുമ്പിലാണെങ്കിലും സ്റ്റേജിൽ പങ്കെടുക്കുന്നവർ എന്ന നിലയിൽ ഞങ്ങളൊക്കെ സുഹൃത്തുക്കളാണ്. ഞാൻ അങ്ങനെ ചിന്തിച്ചു, അദ്ദേഹം ജുബ്ബ ധരിച്ച് അദ്ദേഹം തുണിയെടുത്തിട്ട് തൊപ്പി ധരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോ ഇത് മയ്യിത്താവാനുള്ള യാത്രയെന്ന് അദ്ദേഹത്തിന് അറിയില്ല, കഥ പറയാനുള്ള യാത്രയാണ്. പിന്നെ അദ്ദേഹം സലാം പറഞ്ഞിട്ട് വിഷയം തുടങ്ങി. അപ്പോഴും അദ്ദേഹത്തിന് സോക്കടില്ല. ഒരു നെഞ്ചുവേദനയുള്ള പ്രവാചകനെ പ്രസംഗിക്കാൻ പോകില്ല, വേറെ ആളെ പറഞ്ഞേക്കും. അപ്പൊ അയാള് പ്രസംഗത്തിന്റെ തുടക്കത്തിലും ആൾക്ക് ക്ഷീണമില്ല, രോഗമില്ല എന്നാണ് മനസ്സിലാകുന്നത്. പ്രസംഗം കത്തി നിൽക്കുകയാണ്. അദ്ദേഹം മരണത്തെ കുറിച്ചുള്ള ചർച്ച ഇടുകയാണ്. ഒരാള് മരിക്കും, മരിച്ചോന്റെ താഴെ കെട്ടെന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ കുഴഞ്ഞു വീണിട്ട് ആ സ്റ്റേജിൽ മരിച്ചു. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, തിരൂരടുത്ത് ഒരാള് കോഴിക്ക് വറ്റിട്ട് കൊടുക്കുകയാണ്. ഒരു പിടി വറ്റിട്ട് കോഴിക്കിട്ട് കൊടുക്കുകയാണ്. അപ്പൊ കോഴികൾക്ക് വച്ചെടുക്കുമ്പോ എന്നിട്ട് ഒരു പരിപാടി ഉണ്ടല്ലോ, എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വെച്ചു. എന്താ മരണത്തിലെ ഒരു തീരുമാനം നേരത്തെ ഇല്ലല്ലോ. ഒരു പിടി വച്ചെടുത്തിട്ട് കോഴികൾക്ക് തിന്നാട്ട് കൊടുക്കുന്ന സമയത്ത് അസ്രായേൽ ഇപ്പൊ വരുന്നുണ്ടെങ്കിൽ ആ വറ്റി കയ്യിൽ വിടുവോ? ഇല്ല, അറിയില്ല. മനുഷ്യന് എപ്പോഴാണ് ഈ സംഭവം വരിക എന്നറിയില്ല. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. എപ്പ മരിക്കുകയാണെങ്കിലും ഈമാനോടുകൂടി മരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു. ഈ പ്രസംഗം, ഈ വിഷയം ഞാൻ ലളിതമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊള്ളു, വല്ലാതെ ഗംഭീരമായിട്ട് ആവേശം ഉണ്ടാക്കൂല. കാരണം അങ്ങനെ പറയേണ്ട ഒരു വിഷയമല്ല. നമ്മൾ ഉള്ളോണ്ട് നല്ല ജ്ഞാനം ഉൾക്കൊള്ളണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് വന്നവരാണ് നമ്മൾ. ഈ ഖബറാകുന്ന മണ്ണിന്റെ ഗർഭാശയത്തിലേക്ക് പോവാണ്. അതിന്റെ അടിയിലുള്ള ഒരു പാലം കടക്കൽ മാത്രമാണ് ദുനിയാവ്, വേറൊന്നുമില്ല. രണ്ട് ഗർഭാശയാണ്. ഒന്ന് ഭൂമിന്റെ ഗർഭാശയം ഖബർ, ഒന്ന് ഉമ്മാന്റെ ഗർഭാശയം. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഇറങ്ങി ഭൂമിന്റെ ഗർഭാശയത്തെ കണ്ട് പോയി കിടക്കുന്നത്. അതിന്റെ ഇടയിലുള്ള ഒരു പാലം കടക്കൽ മാത്രമാണ് ദുനിയാവ്. ഇവിടെ ആകെ 3 ദിവസേ ഉള്ളൂ. ഇന്നലെ, ഇന്ന്, നാളെ. അല്ലേ? ഉണ്ടോ? ഇന്നലെ, ഇന്ന്, നാളെ. ഇന്നലത്തെ കഴിഞ്ഞു. ഇന്നത്തെ ഇപ്പൊ എത്ര കിട്ടി? നാളത്തെ ഒന്നും പറയാൻ പറ്റില്ല. ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ അബുദാബി പോകണം, ദുബായ് പോകണം, കുവൈത്ത് പോകണം, അമേരിക്ക പോകണം. ഈ തല്ലും വെക്കാണോ, ഈ കത്തിക്കുത്തൊക്കെ ഇപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ്. നിങ്ങൾ കരിപ്പൂർ എയർപോർട്ടിൽ പോയിട്ട് ഗൾഫൊക്കെ പോണ ആ സ്ഥലത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ കരിപ്പൂർ എയർപോർട്ടിൽ 2 വാതിലാണ്. ഒന്ന് ബാബുൽ ലഹിക്കി, മറ്റൊന്ന് ബാബുൽ ബുക്കായി. ഒന്ന് ചിരിയുടെ വാതിൽ, മറ്റൊന്ന് കരച്ചിലിന്റെ വാതിൽ. അപ്പൊ ഞാൻ ഈ കരച്ചിലിന്റെ വാതിലിന്റെ അവിടെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ പോകുമ്പോ അവിടെ പോയിക്കും. കാരണം അവിടെ പ്രസംഗത്തിന് കുറെ കിട്ടും. എന്റെ പണി അത് ഇടയിൽ പോയി പ്രസംഗത്തിന് കുറിപ്പുണ്ടാക്കല. കാരണം ഈ ഉദാഹരണങ്ങളൊന്നും കിതാബൊന്നും കിട്ടൂല, അത് നാട്ടിൽ നടത്തുന്ന കിട്ടുള്ളൂ. അപ്പൊ ബാബുൽ ലഹിക്കിന്റെ അവിടെ വല്ലാതെ പോയിക്കൂല, ബാബുൽ ബുക്കായിന്റെ അവിടെ അങ്ങനെ പോയി. നല്ല രസമാണ്, കുറെ ആൾക്കാരെ കരയണൊക്കെ കാണാം. അങ്ങനെ കരഞ്ഞ് കുട്ടികളൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് പഠിച്ചോനെ എന്നാലും മനുഷ്യന്മാര് പോവല്ലോ. അല്ലാഹു തആല പ്രവാസികൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. എത്ര പ്രയാസമാണ് ഒരു സഹിക്കുന്ന കാര്യങ്ങൾ. ഞാൻ ഒരിക്കലേ ഈ ബാബുൽ മുക്കായിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു യാത്ര പോകുന്ന സമയത്ത് സമയം ഉണ്ടായി. അപ്പൊ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോണ്ട് ഒരു 8, 9, 10 വയസ്സായ ഒരു കുട്ടിനെ, ആ കുട്ടിന്റെ കൈ കക്ഷത്ത് വെച്ചിട്ട് പാൻറിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വരുന്നുണ്ട്. കുട്ടിയും കാര്യമുണ്ട്, ഇയാളും കാര്യമുണ്ട്. ബാക്കിൽ ഒരു 10, 15 വയസ്സുള്ള ഒരു പ്രായമുള്ള ആളുണ്ട്. ഒരു 3 ആളും കൂടി ഇങ്ങനെ വരിക. എനിക്ക് മനസ്സിലായി ഈ പിന്നെ കൂട്ടിപ്പിടിച്ചത് കുട്ടി, ഈ പോണത് വാപ്പ, ബാക്കിലുള്ളത് വല്യപ്പാന്ന് എന്റെ ചിട്ടിയാതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി അത് ശരി തന്നെയായിരുന്നു. അങ്ങനെ ഇയാളിങ്ങനെ കുട്ടിനെ വിട പറയുന്ന മുഫാറക്കത്തിന്റെ ആ പോയിന്റ് ഉണ്ട്,
അവിടുന്ന് ഇങ്ങനെ കുട്ടിനെ മുഖത്തേക്ക് നോട്ടാ. കുട്ടി വാപ്പാന്റെ നെഞ്ഞുമക്കാണ് കണ്ടാണ്ട് പൊട്ടിയാണ് കരയാൻ തോന്നിയത്. ഇതില് വാപ്പ കുട്ടീനെ ഇങ്ങനെ ഒയ്യാണ്. അതില് കുട്ടി എന്റെ ഇപ്പ പോണ്ടാന്നാ പറഞ്ഞത്. ചിന്തിക്കങ്ങള് എന്റെ ഇപ്പ പോണ്ടാ എന്ന് പറഞ്ഞിട്ട് കുട്ടി കരയാൻ. അതിൽ ഈ വാപ്പാന്റെ നിയന്ത്രണം വിട്ട് വാപ്പാന്റെ ഹാൻഡ് ബാഗ് ഒക്കെ കയ്യിൽ നിന്ന് കുട്ടിന്റെ മേത്തിട്ട് മൂപ്പരും. അപ്പൊ പിന്നെ വെല്ലിപ്പ വന്നിട്ട് നിയന്ത്രിക്കാം. വെല്ലിപ്പ വന്നിട്ട് വാപ്പാന്റെ നെഞ്ചത്തുനിന്ന് ഈ കുട്ടീനെ ഇങ്ങോട്ട് പറിച്ചെടുക്കാണ്. ഇതൊക്കെ ദുന്യാവിന് വേണ്ടിയാണല്ലോ. വെല്ലിപ്പാക്ക് സ്നേഹമില്ലാച്ചല്ല, പറിച്ചുകൊണ്ട് എടുക്കാണ്. എന്നിട്ട് ഇവനോട് പറയാം, ജിപ്പൊയ്ക്കോ ഇവനെ ഞാൻ നോക്കാം, ജിപ്പൊയ്ക്കോ. എന്നിട്ടുണ്ട് അയാളൊരു പോക്കാണ്ട് പോയിച്ചു. ഇങ്ങനെ പോകുന്ന ഏത് മനുഷ്യന്മാരോടും നിങ്ങൾ അവിടുന്ന് ചോദിച്ചു നോക്കാണ്, എന്തിനാ ഞങ്ങൾ പോണെന്ന്? ഞാൻ പോണത് ഈമാനോടെ മരിക്കാനാണെന്ന് ആരും പറയില്ല. അരച്ചാണ് വേറിന് വേണ്ടിയിട്ടെന്ന് എല്ലാരും പറയാം. അത് മോശമുള്ള കാര്യമല്ല, നല്ല കാര്യമാണ്. പെണ്ണുങ്ങളെ പോറ്റണ്ടേ, കുട്ടികളെ പോറ്റണ്ടേ. മോശമെന്നല്ല പറയുന്നത്, നല്ലതാണ്. പക്ഷെ ഈമാൻ സലാമത്താൻ വേണ്ടിട്ട് ആരെങ്കിലും അബുദാബി പോകണ്ട, കുവൈത്ത് പോകണ്ട? ഇല്ല. എന്നാ ഹജ്ജിനും ഉംറക്കും പോണ ആൾക്കാർ അപ്പുറത്തുണ്ടാവും. അത് വേണമെങ്കിൽ ചോദിച്ചാൽ പറയും, എവിടെ പോണ്? ഈമാൻ സലാമത്തായിട്ട് മരിക്കണം. അപ്പോ ഈ പോക്കും യാത്ര ഇതൊക്കെ സത്യത്തില് ഒക്കെ ഈ 3 ദിവസത്തിന് വേണ്ടിയാണ്. ഇന്നലെ, ഇന്ന്, നാളെ. ഇന്നലത്തെ ഏതായാലും കഴിഞ്ഞു. ഇന്നത്തെ ഇപ്പൊ എത്ര കിട്ടി നോമ്പുറക്കുമെന്ന് ഉറപ്പില്ല, ഒന്നുമില്ല, ഉറപ്പ് പറയാൻ പറ്റൂല. നാളത്തെ ഒന്നും തീരുമാനമില്ല. ചിന്തിക്കണേ. സുബ്ഹാനല്ലാഹ്, അതാണ് ഇമാമുന ശാഫി പറഞ്ഞത്. മൻ കാന ലം യുതഇൽ മൻ ഫീ ബഖാഇ ഗദീ മാദാ തുഫക്കിറുഹു ഫീ റിസ്ഖി ബഅദ ഗദീ. മൻ കാന ലം യുതഇൽ ഇൽമൻ, എന്തിനാണ് ഇൽമില്ലാത്ത ഒരുത്തൻ ഫീ റിസ്ഖി ബഅദ ഗദീ, മൻ കാന ലം യുതഇൽ ഇൽമൻ ഫീ ബഖാഇ ഗദീ. നാളെ എന്ത് സംഭവിക്കും എന്നറിയാത്ത ഒരുത്തൻ മാദാ തുഫക്കിറുഹു, എന്തിനാണ് ചിന്തിച്ചിട്ട് തല പുണ്ണാക്കണേ? ഫീ ബഖാഇ ബഅദ ഗദീ, മറ്റന്നാളത്തെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. അത് നമ്മളോടാ. ഓ, എന്തൊരു കവിത എന്നറിയാം. മൻ കാന ലം യുതഇൽ മൻ ഫീ ബഖാഇ ഗദീ മാദാ തുഫക്കിറുഹു ഫീ റിസ്ഖി ബഅദ ഗദീ. ഒരു സ്വലാത്ത് മദീനയിലേക്ക് ചൊല്ലിക്കോ. മൗലായ സല്ലി വസല്ലം. നമ്മൾ ഈ ചൊല്ലുന്നതിന്റെയും പറയുന്നതിന്റെ ഒക്കെ തവാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത ഹബീബിന്റെ ഹദ്റത്തിൽ എത്തിക്കട്ടെ. മറ്റ് അമ്പിയാക്കൾ, ഔലിയാക്കൾ, പ്രത്യേകിച്ച് സമീപത്ത് വിശ്രമിക്കുന്ന മഹാനായ അശ്ശൈഖ് സയ്യിദ് അസ്ഹരി തങ്ങളുടെ ഹദ്റത്തിൽ അല്ലാഹു എത്തിക്കട്ടെ. ഒരു വലിയ മഹാനായിരുന്നു. ഞാൻ ചിലപ്പോൾ വിദേശങ്ങളിലേക്കൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോ മലയാളക്കരയിലുള്ള നേതാക്കളിൽ പരിചയപ്പെടുത്തുമ്പോൾ അസ്ഹരി തങ്ങളെ പേര് പറഞ്ഞാൽ വിദേശികളെ പോലും കെട്ടിപ്പിടിക്കുന്നതാണ്. കാരണം നമ്മളിൽ പല ആളുകൾക്കും അദ്ദേഹത്തെ അറിഞ്ഞുകൂടെങ്കിലും അദ്ദേഹത്തിന് മകവുടേത് പറയാൻ ഉദ്ദേശിച്ചല്ല. എന്നാലും അസ്ഹരി തങ്ങൾ കേരളത്തിന് വിജ്ഞാനം കൊണ്ടും ഖിദ്മത്ത് കൊണ്ടും അഡ്രസ് ഉണ്ടാക്കി തന്ന മഹാനാണ്. അവരൊന്നും നമ്മൾ പ്രസംഗത്തിലോ ദുആയിലോ സിയാറത്തിൽ പോലും മറക്കാൻ പാടില്ല. ഈ കൂടെ ഇങ്ങനെയാണ് പോകുമ്പോ ഞാൻ എപ്പോഴും ഏത് യാത്രയിലും ഇങ്ങനെ പോകുന്ന സമയത്ത് തങ്ങൾ പാപ്പാന്റെ അവിടെ ഇറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒന്ന് വണ്ടിന്ന് തിരിഞ്ഞിട്ട് സലാം പറയാം. അവൻ മനസ്സിന് വല്ലാത്തൊരു അല്ലാഹു തആല അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. അല്ലാഹു തആല അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഇസാസ ഖബൂലാക്കട്ടെ. മഹാനായ ഇമാമുൽ ശാഫി പറയാ, മൻ കാന ലം യുതഇൽ മൻ ഫീ ബഖാഇ ഗദീ മാദാ തുഫക്കിറുഹു ഫീ റിസ്ഖി ബഅദ ഗദീ. ഏറിയ സമയം പ്രസംഗിക്കാൻ പറ്റിയില്ലെങ്കിലും ധാരാളം വിഷയങ്ങൾ പറയാൻ പറ്റിയില്ലെങ്കിലും ഈ അർത്ഥതലങ്ങൾ തേടുന്ന മാനം നമ്മുടെ ഹൃദയം കൊണ്ട് സ്വാംശീകരിച്ചാൽ മാദാ തുഫക്കിറുഹു ഫീ റിസ്ഖി ബഅദ ഗദീ, നാളെ ജീവിക്കുമെന്ന് ഉറപ്പില്ലാത്തവൻ മറ്റന്നാളത്തെ അന്നത്തെ കുറിച്ച് ചിന്തിച്ച് എന്തിനാണ് തലകൊണ്ടാക്കുന്നത്? അല്ലെ?
പഠിച്ചവനെ തവക്കുലില്ലാത്ത മനുഷ്യന്മാര് പറഞ്ഞു വിട്ടുന്ന വർത്താനം എത്ര അറിയങ്ങൾ. ഈടെ അടുത്ത് 5 വക്തും പള്ളിയിൽ ജമാഅത്തിന് വാങ്ങിക്കൊടുത്ത ആദ്യം വന്ന് നിസ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പലിശയായിട്ട് ബന്ധമുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പണി ചെയ്യരുത്, നിങ്ങളുടെ ഇടയിൽ സ്വർഗത്തിന് ഈ പലിശ തടസ്സാണ്, പലിശക്കാരൻ സ്വർഗത്ത് കടക്കൂല എന്നൊക്കെ പറഞ്ഞപ്പോ അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് 3 പെൺകുട്ടികളാ, ഇതല്ലാതെ എന്താ ചെയ്യാന്ന് വെച്ചാൽ. ഇതാണ് ഇപ്പൊ ഇന്ന് എല്ലാരും അവസ്ഥ. സംസാരത്തിൽ തവക്കുലിന്റെ ഒരു മണം കൂടി ഉണ്ടാവും. ഇപ്പൊ തവക്കുല്, ശുക്ർ, സബർ ഇതൊക്കെ പ്രസംഗത്തിന്റെ മേറ്ററായി. നമ്മളും തമ്മിൽ ഒരു ബന്ധമില്ല. തവക്കുല് എന്ന് പറഞ്ഞാൽ എന്താ? ഇയാള് മനുഷ്യനല്ലോ, പെൺകുട്ടികളും മനുഷ്യന്മാരല്ലേ. വലക്കത്ത് കറംന ബനി ആദം എന്നതിന്റെ കൂട്ടത്തിൽ പെട്ടല്ലേ. മറ്റുള്ളതൊക്കെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാ. എന്നിട്ട് ഇന്ന് വരെ ഒരു ആന പട്ടിണി കിടന്ന് എത്തിയിട്ടില്ല. ആനക്ക് അള്ള ഭക്ഷണം എത്തിക്കണില്ലേ? ഒരു പാമ്പ് പട്ടിണി കിടന്ന് എത്തിയിട്ടില്ല അല്ലേ? ഒരു പക്ഷി പട്ടിണി കിടന്ന് എത്തിയിട്ടില്ല. കടലിൽ എത്ര മത്സ്യങ്ങളാ, തിമിംഗലടക്കം ഒന്നും പട്ടിണി കിടന്ന് എത്തിച്ചിട്ടില്ല. പട്ടിണി കിടന്നത് എത്തുപോയിട്ടില്ല. ഒക്കെ അള്ളാഹു തആല അതാത് അന്നെ എത്തിക്കോ ഓരോരുത്തരും. പോരാ, ഇയാളെ ഈ 3 പെൺകുട്ടികളെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഗർഭാശയത്തിലല്ലേ അള്ളാഹു തആല ആദ്യം വെച്ചത്, പിന്നല്ലേ ദുനിയാവ് കൊടുത്തത്. ഇന്ന് വരെ ഗർഭാശയത്തിൽ പട്ടിണി മരണങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ല, ഗർഭാശയത്തിൽ ഒരു കുട്ടി പട്ടിണി കിടന്ന് മരിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ആരാ കുട്ടിക്ക് അന്നം കൊടുക്കണ? വാപ്പ. പുറത്ത് വന്നാൽ മുലപ്പാൽ കിട്ടും, ഉള്ളിൽ നിന്ന് എന്ത് പാലാട്ട? അവിടെ അള്ളാഹു തആല കേബിൾ വയർ വെച്ച് പൊക്കിൽ കൊടി അയിക്കൂടി കയറ്റി കൊടുക്കുക. ഈ അള്ളാനെ തവക്കുലാക്കിയാൽ എന്താ തരാത്തത്? എന്നിട്ട് പറയാ 3 പെൺകുട്ടികളല്ലേ, എന്താ കാട്ടുക? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇമാമുന ശാഫി പറയുകയാണ്, മൻകാന ലം യുതഇൽ മൻ ഫീ ബഖാഇ ഗദീ മാദാ തുഫക്കിറുഹു ഫി റിസ്ഖി ബഅദ ഗദീ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്നിറങ്ങിയവനെ, ഇറങ്ങിയവളെ ഖബറാകുന്ന ഭൂമിയുടെ ഗർഭാശയത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഖബറിലുള്ളത് പുഴുക്കളാണ്, ഖബറിലുള്ളത് ഇരുട്ടറയാണ്, ഖബറിലുള്ളത് ഇടുങ്ങിയ ഗേഹമാണ്, ഖബർ നമ്മെ ഞെക്കുകയാണ്. ഖബറിലുള്ളത് മണ്ണാണ്, ഖബറിലുള്ളത് ചീഞ്ചലമാണ്, ഖബറിലുള്ളത് ബീഭത്സകമായ പേക്കോലങ്ങളാണ്. പോകുന്ന മനുഷ്യ, രക്ഷപ്പെടാനുള്ള വിഭവങ്ങൾ ശേഖരിക്കാതെയാണ് യാത്രയെങ്കിൽ, രക്ഷപ്പെടാനുള്ള ഉൽപ്പന്നങ്ങളുമായല്ലാതെയാണ് യാത്രയെങ്കിൽ, ഖബറിൽ കൊണ്ടുപോയി ഇറക്കപ്പെട്ടാൽ ഖബറിന്റെ ഭിത്തി മനുഷ്യനെ 2 ഭാഗത്തു നിന്നൊന്ന് പിടിച്ചു നിൽക്കുന്നതാണ്. ഈ ഞെക്കൽ എല്ലാവരും നേരിടേണ്ടുന്നതാണ്. ഖബറിന്റെ ഞെക്കലിൽ നിന്നൊരു മനുഷ്യൻ രക്ഷപ്പെടുകയായിരുന്നെങ്കിൽ രക്ഷപ്പെടേണ്ടിയിരുന്നത് സഅദ് ഇബ്നു മുആദ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വിഷയം കുറച്ച് ഗൗരവ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മളിപ്പോ ഈ ഓഡിറ്റോറിയത്തിൽ കടന്നു, എല്ലാ വാതിലും കൊണ്ട് അടച്ചു, എല്ലാ ഫാനും ഓഫാക്കി, എല്ലാ ഓൾസും അടച്ചു. ഇരിക്കോ? പ്രസംഗമൊക്കെ ഇരിക്കോ? ഇല്ല. ഇത്ര വിശാലത ഉണ്ട്. എന്നാലേ ഈ സമയത്ത് നമ്മളിപ്പോ ഇന്നങ്ങോട്ട് മരിച്ചാല് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സത്തെ, നോമ്പർക്കൊന്നും ഉറപ്പില്ല. പഠിച്ചോനെ ദ്വാരക്ക ഈ സൗകര്യം ചെയ്ത് തന്നിട്ടുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ താണുകയാണ് നിന്നോട് ചോദിക്കുക, നിന്റെ ത്വാഅത്തിലുള്ള ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. ഒരിക്കല്ലാത്ത മരണാക്കല്ലേ റബ്ബേ. പെടുന്നനെ മരിക്കാൻ തന്നെ മുഅ്മിനായ മനുഷ്യന് പ്രശ്നമൊന്നുമല്ല. കാരണം മുഅ്മിനായ മനുഷ്യന് സത്യത്തിൽ പെടുന്നനുള്ള മരണം എന്നുള്ള തത്വമല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാം ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ചത്. അതിന് ഫുജിയത്തുൽ മൗത്ത് എന്ന് പറഞ്ഞ് പേടിപ്പിച്ച കാര്യമില്ല അല്ലേ? പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കും മരിക്കുക. നമ്മളെ ഭാഷയിൽ ഫുജിയത്തുൽ മൗത്ത് ആണല്ലോ. അത് സുലൈമാൻ നബിക്ക് ഒരു പ്രശ്നമല്ല. കാരണം മുഅ്മിനായ മനുഷ്യന് എപ്പോഴും ഒരുക്കാം, അങ്ങനെയല്ലേ?
പാസ്പോർട്ടും വിസയും ടിക്കറ്റും ഒക്കെ കൈ കിട്ടി. എപ്പോഴും അറബി വിളിക്കാനായി. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനോട് അറബി വിളിച്ചിട്ട് പറയാണ് നാളെ തന്നെ നിങ്ങളുടെ കാരനെത്താന്ന് പറഞ്ഞാൽ ഓനൊരു പ്രശ്നമല്ല. ഓന് തീരുമാനിച്ചിട്ട് ഒരുങ്ങി നിൽക്കാം. നേരെ മറിച്ചോ ടിക്കറ്റ് എടുത്തതില്ല, അന്തം വിട്ട് അങ്ങാടിയിൽ പൊട്ടിച്ചങ്ങനെ ഇരിക്കുകയാണ്. ഓനോട് പറയാ നാളെ തന്നെ കാരനെട്ടോ, അല്ലെങ്കിൽ ജോലി ഉണ്ടാവില്ല, അപ്പൊ തന്നെ അറ്റാക്ക് ഉണ്ടാവും. അത് പെടുന്നനെ ഒരിക്കലും എന്താ പെടുന്നനെ. ഏതായാലും പെടുന്നനെയുള്ള മരണത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കണം. ഒരിക്കലില്ലാത്ത മരണത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കണം. നിങ്ങൾ ചിന്തിക്കുകയും അങ്ങനെ നമ്മൾ മരിച്ച് സുബ്ഹാനല്ലാഹ് ഇന്നിപ്പോ മരിച്ചാലും നോമ്പറക്കണതിന് മുമ്പ് ഇവിടെ മറയോ? അത് നാളെ എടുത്തക്കോ? ഇവിടുത്തെ സംസ്കാരം എങ്ങനെയാണ്? നാളെ എടുത്തക്കോ? കയ്യിന്ന് മറയും. അപ്പൊ നിങ്ങൾ എന്ത് ചോകാണി? അപ്പൊ ഈ സദസ്സിൽ ഇങ്ങനെ ഇരുന്ന മനുഷ്യന്മാര് ആരെങ്കിലും ഒരാൾ മരിച്ചാൽ, എത്ര വാളിന് സദസ്സിൽ ഇരുന്ന് മരിച്ചവരുണ്ട്. മരിച്ചാല് ജനങ്ങള് നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഓല് കാരൊക്കെ കയ്യിലെടുക്കുന്ന സമയത്ത് നമ്മള് കബറിലാണ്. ഇന്ന് രാത്രി നമ്മള് കബറിലാണ്. അപ്പൊ ഈ നല്ല മഴ ആയതുകൊണ്ട് വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഈ ശരീരം എങ്ങനെ ജീർണിക്കാൻ തുടങ്ങും, ചെയ്യാൻ തുടങ്ങും. മറ്റന്നാള് രണ്ട് കണ്ണ് തക്കാളി മാരി പഴുത്തിട്ട് ജീർണിച്ച് ചീർത്ത് ഇങ്ങനെ വീർത്ത് നിൽക്കും. ഈ രണ്ട് കണ്ണ് ചോന്ന കളറാവും. തക്കാളി മാരി ഉരുണ്ടിട്ട് ഇങ്ങനെ ചീർത്ത് നിൽക്കും. മറ്റന്നാള് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഈ രണ്ട് കണ്ണ് തലസ്ഥാനം ഉരുണ്ടങ്ങണ്ട് വീഴും, കോട്ടി ഉരുണ്ട് പോകും പോലെ. അപ്പൊ രണ്ട് ഗുഹയായിട്ട് മാറും. ആ ഗുഹയിൽ കൂടി പുഴുക്കൾ അങ്ങനെ കയറും, തലച്ചോറ് തിന്നു. ഇതല്ലേ ഇപ്പൊ നടക്കുന്നത്. നമ്മളൊക്കെ കവറ് കൊണ്ടുപോയിട്ടിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ കൈ പിടിച്ച് മുത്തിന്നവര്, നമ്മളെ കണ്ട കെട്ടിപ്പിടിച്ചിരുന്നവര്, നമ്മളെ ഭാര്യ, നമ്മളെ മക്കള്, നമ്മളെ ശിഷ്യന്മാര്, സംഘാടകര്, ഇവരൊക്കെ നമ്മളെ ശരീരം നാട് കണ്ടോക്കണം. മൂക്ക് പൊത്തിയിട്ട് ജമ്മും കസറാക്കുള്ള ദൂരത്ത് പോടും. അതാണ് അവിടെ അടുത്തൊന്നും ഉണ്ടാവും. മൂക്കങ്ങോട്ട് പൊത്തും, ഒരൊറ്റ ഓട്ട നോക്കുമ്പോ 132 കിലോമീറ്റർ ആയി. അങ്ങനെ അടുത്തൊന്നും നിൽക്കാൻ പറ്റും. ഈ ചേലും കോലൊന്നും ഉണ്ടാവില്ല. ഇനി അവിടെ പ്രകാശം ഉണ്ടാവണം, അവിടെ ലൈറ്റ് കിട്ടണം. അതിന് അത്യധ്വാനം ആവശ്യം. വെറുതെ ഒന്നും കിട്ടൂല, അധ്വാനിച്ചങ്ങോട്ട് പോകണം. അപ്പോഴേ കിട്ടും. ഇടുങ്ങിയ അടങ്ങലായ കുടുങ്ങിയ സ്ഥലം കടമ്പ കടക്കണമെങ്കിൽ വിഭവങ്ങൾ കയ്യിലുണ്ടായിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ ഏത് മനുഷ്യന്മാരും ഖബറിലെത്തിയാൽ ഖബറൊന്ന് പിടിച്ച് ഞെക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്ന് പിടിച്ച് ഞെക്കും. എല്ലാത്തന്നെ എങ്ങനെയാ നിൽക്കുന്നത്? അങ്ങനെ ഞെക്കും കൂടി ചെയ്താൽ എന്തായിരിക്കും? എല്ലാരും ഞെക്കുന്ന ഏത് ഔലിയാക്കളും ഞെക്കും. ഒന്ന് ഞെക്കും. മണ്ണിന്റെ സ്വഭാവം ആദ്യം കാണിക്കും, പിന്നെ വേണം പിടിച്ചിക്കാൻ. അവിടെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലൗ നജാ അഹദും മിൻ ലഗ്തത്തിൽ ഖബരി, ഖബറിന്റെ നെക്കലിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുകയായിരുന്നെങ്കിൽ ലനജാ സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ എന്റെ സഅദ് പോലും ഖബറിന്റെ നെക്കലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. നബിയുനാ റസൂലുള്ളാഹി. ഓ ചെറുപ്പക്കാര, ആരാണ് സഅദ് ഇബ്നു മുആദ്? ബദറിൽ പങ്കെടുത്ത മഹാനാണ്, ഉഹദിൽ പങ്കെടുത്ത മഹാനാണ്. ഖന്ദഖിന് വേണ്ടി കിടങ്ങ് കുഴിക്കുമ്പോൾ പട്ടിണി കിടന്നുകൊണ്ട് ചപ്പിയ വാരമായി വികാസെടുത്തുകൊണ്ട് കട്ടിയുള്ള പാറകൾ വെട്ടുന്ന കിടങ്ങ് കുഴിക്കുന്ന വളരെ വളരെ കഠിനാധ്വാനമുള്ള ഖിദ്മത്തിലും മുസ്തഫ നബിയുടെ കൂടെ പങ്കെടുത്ത മഹാനാ. ഇതിലൊക്കെ പങ്കെടുത്ത മഹാനാണ്. ഔലിയാക്കളിൽ നേതാവാണ്, അൻസാരികളിൽ ക്യാപ്റ്റനാണ്. ബദറിലൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ എല്ലാത്തിലും ഉപരി സന്തോഷിപ്പിച്ച മഹാനാണ്. നബിയെ, ഞങ്ങളെ കൂട്ടിയിട്ട് ഒരു കടലിക്കാണ് ചാടുകയാണെങ്കിൽ ഈ സഅദും പാർട്ടികളും ഒപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞാളാ. ആ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഖബറിലേക്ക് വെക്കുന്നത് നിങ്ങൾ ചിന്തിക്കണേ. കൊണ്ടുപോകുന്നത് ആരാ? സഹാബാക്കൾ. നേതൃത്വം പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ മുത്തു മുഹമ്മദ് മുസ്തഫ. ഒന്നുറക്കെ മുഹമ്മദ് മുസ്തഫ. मेरी आरज़ू है नवाजा गया हो, मेरी आरज़ू है नवाजा गया हो. अजब बेखुदी है कि में हूं तू है,
മദീന 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 മണിദീപമേ മധ്യേ മദീന നിലാവേ മഖബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസയെ അനുഗമിക്കുന്ന കൂട്ടത്തിൽ നേതൃത്വം ലോകത്തിന്റെ നേതൃത്വമായ ഹൃദയങ്ങളുടെ സുഹൃതമായ ഹൃദയത്തിന്റെ വെളിച്ചമായ അല്ലാഹുവിന്റെ മുത്തേ ലോകത്തിന്റെ സത്തേ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനേക്കാൾ ആത്മീയമായ സുഗന്ധമുള്ള ചിട്ടയുള്ള പ്രതീക്ഷയുള്ള പവിത്രതയുള്ള ഒരു യാത്ര ഈ ഭൂമിയിൽ ഇനി വേറെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട കരം കൊണ്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ട് ഖബറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് വിവർണമാവുകയാ, കണ്ണങ്ങ് നിറയുകയാ. എന്തോ വലിയ ഗൗരവമുള്ള രംഗം കണ്ടതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സുബ്ഹാനല്ലാഹ് 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 ദീർഘമായ സമയത്ത് വേജാറോടെ ചൊല്ലുകയാണ്. എന്തിനാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ബീഹ് ചൊല്ലുന്നതെന്നറിയാതെ സ്വഹാബാക്കളും കൂടെ ചൊല്ലുന്നു. ഓ ഉമ്മമാരെ, കബറിൽ കിടക്കുന്നത് ഗീബത്ത് പറയുന്നവനല്ല, കഞ്ചാവ് വലിച്ചവനല്ല, പെണ്ണിനെ പ്രേമിച്ചവനല്ല, ചാടിക്കൊണ്ടുപോയവനല്ല, വ്യഭിചാരിയല്ല, പലിശ നക്കിയവനല്ല, ആളെ കൊന്നവനല്ല, അടിപിടിക്ക് നേതൃത്വം കൊടുക്കുന്നവനല്ല, വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നവനല്ല. റസൂലുള്ളാഹിന്റെ അടുത്ത സ്വഹാബിയായ സഅദ് ഇബ്നു മുആദാണ്. പക്ഷേ സഅദിനെ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ ഖബർ രണ്ട് ഭാഗത്തിനൊന്നും ഒന്ന് പിടിച്ചു നോക്കിയപ്പോ റസൂലുള്ളാഹിനെ കണ്ടു താങ്ങാൻ കഴിയാതെ വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് തസ്ബീഹ് ചൊല്ലുകയാ. അടിയിൽ കിടക്കുന്നത് ആരാണെന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. നമ്മുടെ കാര്യത്തിലൊക്കെ എന്ത് ഗ്യാരണ്ടിയാണ് നമുക്കുള്ളത്? മുകളിൽ നിൽക്കുന്നതാരാ? അടിയിലേക്ക് ഇറങ്ങിയതാരാ? നമ്മളൊക്കെ കൊണ്ടുവരുന്നതാരാ? സ്വഹാബാക്കളാ? നേതൃത്വത്തിൽ മുഹമ്മദ് നബിയാ? നമ്മളെ മയ്യത്ത് പിടിക്കുന്നത് ഒരു പക്ഷേ കഞ്ചാവ് തിരികെ ആളായി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നത്തെ ലോകല്ലേ? ഞാൻ പറയണോ സഹോദര? പക്ഷേ സഅദ് ഇബ്നു മുആദിനെ ഖബറിന്ന് അങ്ങോട്ട് പിടിച്ചു ഞെക്കി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം അങ്ങോട്ട് മാറി. അങ്ങനെ ഭൂമിന്റെ അടിയിലുള്ളത് കാണുന്ന ആളാണല്ലോ മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. എന്തിനാണ് സ്വഹാബാക്കൾ മനസ്സിലായില്ല? സ്വഹാബാക്കൾക്കും കൂടെ ചൊല്ലി സുബ്ഹാനല്ലാഹ്. കുറെ കഴിഞ്ഞപ്പോ മുഖം മാറി, പ്രശോഭിതമായി, ശാന്തമായി, സമാധാനായി. അപ്പൊ റസൂലുള്ളാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സഹാബാക്കളും അല്ലാഹു അക്ബർ. കഴിഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, നബിയെ ഒരു അസ്വാഭാവികമായ തസ്ബീഹും തക്ബീറൊക്കെ കേട്ടല്ലോ, എന്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നമ്മള് റസൂലുള്ളാഹിന്റെ വാക്കാണ്. ഈ റസൂലുള്ളാഹിന്റെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സാലിഹായ മനുഷ്യനെ, ആ വാക്കാ, ഈ സാലിഹായ മനുഷ്യനെ നമ്മള് ഭൂമിയിലേക്കാണ്ട് വെച്ചപ്പോ ഖബർ രണ്ട് ഭാഗത്തും സാദിനെ ഒന്നുകൊണ്ട് പിടിച്ച് ഞെക്കി. അപ്പൊ സാദിന്റെ വാരിയല് പരസ്പരം കോർക്കാൻ തുടങ്ങി. ഞാൻ പേടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് എന്നാണ് പറഞ്ഞു. ഞാൻ കുറെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞപ്പോ ഖബർ രണ്ട് ഭാഗം കൊണ്ട് മാറി. ഖബർ അങ്ങോട്ട് പ്രവിശാലമായി. സാദിന്റെ ഖബർ ഇപ്പൊ കണ്ണെത്താ ദൂരത്തേക്ക് പ്രവിശാലമാണ്, പ്രകാശമാണ്. അത് ചെയ്തു കൊടുത്ത പടച്ചോന് ഞാൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ബേജാർ എന്താ? നിങ്ങള് ബേജാർ ഇവിടെ ശ്രദ്ധിക്കണേ.
സഅദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടായത് സ്വഹാബാക്കളാണ്. സ്വഹാബാക്കൾ ഔലിയാക്കളെ നേതാക്കളാണ്. അവരിൽ ഗൈബത്തിന്റെ, നമീമത്തിന്റെ, കളവിന്റെ, അദാവത്തിന്റെ, ഹിർസിന്റെ, ഉജുബിന്റെ, കിബ്റിന്റെ, ഹസദിന്റെ ആളുകളില്ല. ഓലൊക്കെ ഔലിയാക്കളാണ്. മുഹമ്മദ് നബിയുടെ ശിഷ്യന്മാരാണ്. നേതൃത്വം അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് വെച്ച സ്വഹാബിക്കുണ്ടായ അനുഭവം നമ്മളെ കേട്ടത്. ഇനി നമ്മളെ കാര്യം നമ്മളെ കൊണ്ടുവരുന്നത് ആരാ? ഔലിയാക്കളാ. ഔലും പൊതിയും തിന്നുന്ന ആൾക്കാരെന്നല്ലാതെ വേറെ അതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ തർക്കമില്ല. അൽഹംദുലില്ലാഹ് സമസ്തയായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് ധൈര്യമാണ്. അങ്ങനെ മരിച്ചാല് സമസ്തന്റെ നേതാക്കളൊന്ന് വരും, ഓലൊരു ദുആ കിട്ടും. നേരെ ഉണ്ടെങ്കിൽ പാണക്കാട് തങ്ങന്മാർ ആരെങ്കിലും ഒന്ന് വന്ന് ദുആ എടുക്കും. പിന്നെ SKSന്റെ കുറെ പ്രവർത്തകന്മാരൊപ്പം ഉണ്ടാവും. ആ ഒരു ധൈര്യം നമുക്കുണ്ട്. അള്ളാഹു തആല തരട്ടെ. പൊതുവേ ഉള്ള ഒരു അവസ്ഥ എന്താണ് അല്ലെ? എന്താണ് അവസ്ഥ? അങ്ങനെ കൊണ്ടുപോവല്ലേ? ഓണോനെ ഗീബത്ത് പറഞ്ഞു. മയ്യത്തുകാല് പിടിച്ച ഒരാൾ മറ്റാളോട് ഗീബത്ത് പറഞ്ഞു. ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ ഇറക്കണ കൂട്ടത്തില റസൂലും സഹാബാക്കളും അല്ല, മണ്ണിന്റെ മേലെ ഇങ്ങനെ ട്രൗസർ ഇട്ടിരിക്കുന്ന കുട്ടികള്. ഇപ്പത്തെ ആ ട്രൗസർ ഉണ്ടല്ലോ, ആ വലിയ പരിച്ചാലും പേരക്കുട്ടി ഇത് ഊരൂല, ഇത് ഇട്ടിട്ടാണ് മയ്യത്തിന്റെ കൊണ്ട് നടക്കുക. എന്നിട്ട് മണ്ണിന്റെ മേലെ കുറെ ട്രൗസർ വാലന്മാര്, കുറെ നെരിയാണിക്ക് പാന്റ് ഇട്ടു, കുറെ ജൂതന്റെ കട്ടിങ്ങിൽ തല കൊടുത്തു, ഇങ്ങനെ സൈഡൊക്കെ ചെത്തിയിട്ട് നടുവിൽ ഇങ്ങനെ ഒരു വൈക്കോൽ കൊണ്ടമാര് കുറച്ച് മുടി ഓനപ്പൊ മണ്ണിന്റെ മേലെ ഇങ്ങനെ ദ്വാരക്കാൻ നിൽക്കുന്നത്. ഇവരൊക്കെ കൂടി കണ്ട മലക്കുകൾ വന്നിട്ട് മയ്യത്തിന് മുട്ട് കൂടുതൽ കൊടുക്കുന്നല്ലാതെ, അത് ആംഖാന്റെ പേരക്കുട്ടിന്റെ കോലല്ലേ കണ്ടില്ലേ, എന്നിട്ട് ഒന്ന് കൂടുതൽ കൊടുക്കുന്നല്ലാതെ വേറെ എന്തെങ്കിലും. ചിന്തിക്കണേ, നമ്മുടെ അവസ്ഥ എന്താണ്? ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഇനി ഞാനൊരു കാരണം പറയാം, നിങ്ങൾ ചിന്തിക്കണം. സഅദ് ഇബ്നു മുആദിന് ഈ ഞെക്കല് വരാൻ കാരണം എന്താ അറിയോ? അങ്ങനെ ഞെക്കാൻ കാരണം എന്താ അറിയോ? ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ചെറുപ്പക്കാരൊക്കെ ഒന്നും തീരുമാനം എടുക്കണം കേട്ടോ. സഅദ് ഇബ്നു മുആദ് വലിയ മഹാനാണ്, പക്ഷെ ഖബറൊന്നും ഞെക്കി. കാരണം എന്താ അറിയോ? ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഇസ്തിബ്റാഅ് നടത്തിയില്ല. ഇസ്തിബ്റാഅ് എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിച്ചിട്ട് മൂത്രം പൂർണ്ണമായി പുറത്ത് പോക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന ആ പ്രവർത്തനം. ഒന്നുകിൽ തൊണ്ടനക്കിയിട്ട്, ആണുങ്ങളാണെങ്കിൽ ഗുഹ്യഭാഗം തടവിയിട്ട്, എങ്ങനെയായാലും ഇതിനാണ് ഇസ്തിബ്റാഅ് എന്ന് പറയുന്നത്. ഇത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം സഅദ് ഇബ്നു മുആദ് നടത്തിയില്ല. അതിന്റെ സൈഡ് എഫക്റ്റാണ് ഈ ഞെക്കല്. നമ്മൾ എപ്പോഴെങ്കിലും നടത്തിക്കണോ? പ്രത്യേകിച്ച് ടൈറ്റ് പാന്റുള്ള കുട്ടികൾക്ക് നടത്താൻ പറ്റുമോ? അത് നടത്തിയിട്ട് കാര്യം. ഇടുങ്ങിയ പാന്റ് എണ്ണയും തൈലിട്ട് ഒഴിഞ്ഞാലാണ്ട് കയറുള്ളൂ, അങ്ങനത്തെ ഒരു പാന്റ് ഇതിട്ടിട്ട് എന്ത് ഇസ്തിബ്റാഅ്കൾ നടക്കുന്നത്? അപ്പൊ ഈ പാന്റ് ഇട്ട് നടക്കുന്ന മുഴുവൻ കുട്ടികളും ഖബർ ചെന്നാൽ അതിന്റെ ഭാഗ്യയിൽ ഒരു ഇടുക്കൽ ആദ്യം ഉണ്ടാവും. ഈ ഇടുങ്ങി നടന്ന കാരണത്താൽ ഒരു ഇടുക്കൽ അതിന്റെ ഭാഗ്യയിൽ ആദ്യം ഉണ്ടാവും. അതുകൊണ്ട് മര്യാദ കോരിക്കത് നോമ്പ. വെടുപ്പും കാണാൻ വൃത്തിയുള്ള, ശരീരത്തിന് സൈഡ് എഫക്ട് ഇല്ലാത്ത, ഖബർ പോയ അതാവില്ലാത്ത പാന്റ് ഇട്ടായിരുന്നോ? അത് നല്ലതാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് തറാവീഹ് കൊണ്ട് വരും. നോമ്പറന്നിട്ട് ഒന്നായിട്ട് വീർപ്പിച്ച കുമ്പി, അതിന്റെ താഴെ കിടക്കുന്ന ഒരു ഇടുങ്ങിയ പാന്റും, എന്നിട്ട് മുടിയൊക്കെ കൂടി ഇങ്ങനെ ആക്കിയിട്ട് പടച്ചോനെ ഇമാമിനെ പേടിപ്പിക്കുന്ന രൂപത്തിലാണ്. ഇമാം എങ്ങാനും നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കൊക്കെ നോക്കിയാൽ ചമ്പുരാനെ ഇമാമിന് ഇങ്ങനെ ബേജാറ്, ആർക്കാപ്പൊ നിയ്യത്ത് വെച്ച് കൊടുക്കുന്നു? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നിയ്യത്തിന്റെ കഥയൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല, അത് കൽബിലൊന്നുമില്ല, അങ്ങനെ ചൊല്ലുന്നെ. ഇമാം അങ്ങനെ ചൊല്ലിക്കൊടുക്കുക, അന്നതായി അന്നതായി നമുക്ക് അന്നതായി അന്നതായി എന്നൊന്നും പറയണില്ല, അന്നതായി എന്നാ പറഞ്ഞത്. മിന്നാന്നൊരാളിന്റെ അടുത്തിരുന്ന് കണ്ട് അന്നതായി. ഞാൻ ചോദിച്ചു എന്താ ഇത് സർവ്വത്തെടുക്കണ സാധനം, സർവ്വത്തെടുക്കുന്ന സാധനം നന്നായി എന്ന് പറഞ്ഞു. അതായത് അന്നതായി എന്നാ ഇമാം പറഞ്ഞു. ഒപ്പര അറിയാം നിങ്ങൾക്ക് അന്നതായ, നമുക്കും അന്നതായി. ഒരു മുടക്കും നമ്മളെ വർദ്ധിക്കാം. നീയത്ത് എന്ന് പറഞ്ഞാൽ കസ്തുബിൽ കൽബി എന്ന കൽബുകൊണ്ട് കരുതണേനാ പറയാ, അല്ലാതെ അന്നതായി അന്നതായി എന്നിട്ട് കാര്യം. എന്തൊക്കെ കാട്ടിക്കൂട്ടൽ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്നെ ഒരു കാര്യം ജോറായി നടക്കുന്നത് നോമ്പറ. അത് ബാങ്ക് കൊടുക്കണേ 10 മിനിറ്റ് മുന്നേ കാരൊക്കെ പിടിക്കും ഒരു കൈ, മറ്റേ കയ്യിൽ പായസം, എന്നിട്ട് പൊറാട്ടമൊക്കെ നോക്കുക. നാളെ ആരോ വിളിച്ചു വെച്ച് നോമ്പറക്കാൻ പോയ മുഴുവൻ മനുഷ്യന്മാരും 10 മിനിറ്റ് മുമ്പ് നോമ്പറന്ന്. അതിന്റെ മസാല എന്താ വെച്ച് ഞാൻ ചോദിച്ചത് എന്തേന്ന് വെച്ച്, മുക്രി മയക്കം വന്ന് മുട്ടിയതാണ്. മൂപ്പര് മയക്ക് ശരിയാണോ നോക്കിയതാ, അപ്പൊ അങ്ങോട്ട് പോയി ചാമ്പി. എന്നാ വാച്ചൊക്കെ നോക്കിക്കൂടെ എവിടെ എത്തിക്കണേന്ന്? അല്ല, നമ്മളെ കയ്യിൽ വാച്ച് ഉണ്ടല്ലോ, നമുക്ക് നോക്കിക്കൂടെ? ഇതിങ്ങനെ പിടിച്ചിട്ട് കാത്തിക്കണേ. ഇത് ജോറാഴ്ച നടക്കുന്നുണ്ട്. മറ്റുള്ളതൊക്കെ കഥയില്ലാത്ത പരിപാടി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടെ ചിന്തിക്കണേ.
ഇങ്ങനെ ഖബറിൽ ഒന്നാമതായി ഖബർ തരുന്നത് ഇടുക്കമാണ്, പിന്നെ തരുന്നത് ഇരുട്ടാണ്. ഖബർ തന്നെയും മയ്യിത്തിനോട് പറയുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഓ മനുഷ്യാ, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ഇരുട്ടറയാണ്, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത് പുഴുക്കളാണ്, ഞാൻ നിനക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിയത് ഒരുക്കി വെച്ചിട്ടുള്ളത് ബേജാറിന്റെ സംഗതികളാണ്. എന്നിട്ടും ഒറ്റയ്ക്ക് എന്റെ വേറാകുന്ന ഖബറിൽ വന്ന് കിടക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് മനുഷ്യ എന്ന് മയ്യിത്തിനോട് ഖബർ സംസാരിക്കുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതൊക്കെ ഇരുട്ടറയുടെ ബേജാറാ ഞാൻ പറഞ്ഞത്. ഇനി വെളിച്ചം പറയാതെ പിരിയണ്ടല്ലോ, ദീർഘമായി പറയേണ്ടതാണ്, സംക്ഷിപ്തമായിട്ട് ചുരുക്കി പറയുകയാണ്. വെളിച്ചം കിട്ടണം. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, ഈ ഖബർ നിങ്ങളുടെ സംസാരിക്കുമ്പോഴേക്കും മുൻകർ നക്കീറൊന്നും വന്നിട്ടില്ല, ഇതിങ്ങനെ ഖബർ സംസാരിക്കും. അല്ല അതാണ് ആ സംസാരം. അല്ലെ എന്ത് ധൈര്യത്തിലായി ഈ പുറന്ന് കിടക്കുന്നത് ഖബർ? എന്റെ അടുത്ത് ഇപ്പൊ ഉള്ളത് കുറച്ച് ഇരുട്ടാ, ഇനി കുറച്ച് കഴിഞ്ഞാൽ പുഴുക്കൾ വരും, പിന്നെ മുൻകർ നക്കീറൊക്കെ വരും. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. ഇപ്പൊ ഒറ്റക്ക് വന്ന് കിടക്കണ്ടല്ല, എന്ത് ധൈര്യത്തിലാ. സുബ്ഹാനല്ലാഹ്. ഇത് ഖബർ കണ്ട് ചോദിക്കുമ്പോഴേക്കും സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ, ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിനെ സ്നേഹിച്ചവനാണെങ്കിൽ, അംഗീകൃത നോമ്പ് നോച്ചവനാണെങ്കിൽ, പടച്ചവന്റെ പൊരുത്തുള്ള മുത്തക്കയാണെങ്കിൽ ഓന് പണി കുറയും. ഇത് ഖബർ കണ്ട് ചോദിക്കുമ്പോഴേക്ക് ഖബറിൽ പ്രകാശമയമായ കുറെ രൂപങ്ങൾ കണ്ട് പ്രത്യക്ഷപ്പെടും ഇവന്റെ മുമ്പിൽ, പ്രകാശമയമായ രൂപങ്ങൾ. എന്നിട്ട് പറയും, എന്തിനാ ഇയാളെ സ്വീപ്പാക്കുന്നത്? ഖബറിനോട് പ്രകാശമയമായ ലംഘുന്ന രൂപങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പറയും, എന്തിനാ ഇയാളെ സ്വീപ്പാക്കുന്നത്? ഇയാള് ഞങ്ങളാളാ, ഇയാളെ മര്യാദക്ക് സംസാരിക്കണം. ഭാര്യ, മക്കള്, കൂട്ടുകുടുംബങ്ങള്, ഉറ്റവർ, ഉടയവർ എല്ലാത്തിൽ നിന്നും മാറി നിന്നിട്ട് ഈ സാധു ഒറ്റക്ക് വന്നിട്ട് ഈ മണ്ണിന്റെ അടി കിടക്കുക. ആളെ പേടിപ്പിക്കാൻ, ആളെ പേടിപ്പിക്കാൻ മര്യാദക്കുന്നുണ്ട്. ഞങ്ങളാളെയാൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ മാന്യമായിട്ട് ചോദിച്ചോളൂ, അല്ലെങ്കിൽ ഞങ്ങളോട് ചോദിച്ചോ, ഞങ്ങൾ മറുപടി അറിയാം. അപ്പൊ പിന്നെ ഖബർ ഇവരോട് ചോദിക്കും, ഇയാൾ ആരാ? ഇയാളെ ബാങ്കാണ്ട് കൊടുത്ത പള്ളി കയറി നിസ്കരിച്ചെന്നാണ്. ഇയാളെ പൈസ ഇല്ലാത്ത സമയത്ത് പോലും പലിശയുടെ സംസ്കാര സമയത്തായിരുന്നു മാറിയാളാ. ഇയാളെ മക്കളെ മര്യാദക്ക് ഇൽമു പഠിപ്പിച്ചാളാ. ഇയാളെ ഖുർആൻ ഖത്മ തീർത്താളാ. ഇയാളെ റസൂലുള്ളാഹിനെ സ്നേഹിച്ചാളാ. ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പൊ ഖബർ രണ്ട് ഭാഗത്തേക്കും പ്രവിശാലമാകും. മുഹമ്മദ് മുസ്തഫ. നീ കേട്ടോളൂ, ആരാണ് ഈ ഖബറിനോട് സംസാരിച്ച ഈ പ്രകാശമയമായ ആളുകൾ? അതാരാന്നറിയോ? നമ്മൾ ചെയ്ത സ്വാലിഹായ പ്രവർത്തനങ്ങളാണ്. അതാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യത്ബഉൽ മയ്യിത ഫലാ യർജിഉ ഇസ്നാനി വയബഖൽ വാഹിദു. വീട്ടിൽ നിന്ന് മയ്യിത്ത് കുളിപ്പിച്ചുകൊണ്ട് മൂക്കിൽ പഞ്ഞി വെച്ച് 3 കട്ടം തുണിയിൽ പൊതിയപ്പെട്ട് മൂക്കിലൽപ്പം പഞ്ഞുമായി 6 ആളുള്ള കത്തിലേക്ക് 6 മണ്ണിലേക്ക് കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ മയ്യിത്തിനെ 3 സാധനങ്ങൾ അനുവദിക്കുന്നതാ. രണ്ടെണ്ണം തിരിച്ചു മടങ്ങുന്നതാണ്. ഖബറിൽ 1 മാത്രം അവശേഷിക്കുന്നതാണ്. ആ ഒന്നാണ് ഇവനെ ഇപ്പോൾ പ്രകാശിപ്പിച്ചത്. ആ ഒന്നാണ് ഇവന്റെ ഖബറിനെ പ്രവിശാലമാക്കിയത്. ആ ഒന്നാണ് മലക്കളുടെ മുമ്പിൽ അവനെ പിടിച്ചു നിർത്തിയത്. ആ ഒന്നിന്റെ ആരോഗ്യം കൊണ്ടാണ് മുൻകർ നക്കീറിന്റെ ചോദ്യത്തിന് അവൻ മറുപടി പറഞ്ഞത്. ആ ഒന്നിന്റെ സാധനം കൊണ്ടാണ് പരിചയമില്ലാത്ത ബർസഖിയായ ഇരുട്ടുകൊണ്ട് പെയ്തിട്ട് ലോകത്ത് അവന് വെട്ടം കിട്ടിയത്, അവന് സംരക്ഷണം കിട്ടിയത്, അവന് സന്തോഷം കിട്ടിയത്. അതാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്.
يقيموا قليلا لهم ثم يرهلوا ഇമാമുനാ യാഫി റളിയല്ലാഹു തആല പറയുകയാണ് തസവ്വദ്നി സംഭരിച്ചോ ഖരീനം മിൻ ഫിആലിക നിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് കൂട്ടുകാരെ സംഭരിച്ചോ ചെറുപ്പക്കാരാ കാരൻസ് കളിക്കാനുള്ള കൂട്ടുകാര് വേണ്ടത് സിനിമ കാണാനുള്ള കൂട്ടുകാര് വേണ്ടത് ഒച്ചപ്പാടിനും പ്രകടനത്തിനും ബഹളത്തിനും ആക്രോശത്തിനും ആഘോഷത്തിനുമല്ല കൂട്ടുകാര് വേണ്ടത് കൂട്ടുകാര് വേണ്ടത് ഈ ദുന്യവിയായ ജീവിതത്തിലല്ല ആരാരുമില്ലാത്ത ഭാര്യയില്ലാത്ത മക്കളില്ലാത്ത വാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത നേരം പോക്കിനൊരു ടി വി ഇല്ലാത്ത കാണാൻ കമ്പ്യൂട്ടർ ഇല്ലാത്ത സുബ്ഹാനല്ലാഹ് പ്രിയപ്പെട്ടവരെ, ഒരു ബക്കറ്റ് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഈ പരിപാടി കഴിഞ്ഞിട്ട് മിച്ചം വരികയാണെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിന് സമസ്തയുടെ പ്രവർത്തനത്തിന് മാറ്റിവെക്കാനുള്ളതാണ്. പരിശുദ്ധ റമദാനിന്റെ പട്ടാപ്പകലിന്റെ ഉച്ചയോടടുത്ത സമയമാണ്. ഖബറും ഒക്കെ നമുക്ക് രക്ഷപ്പെട്ടു കിട്ടണം. അല്ലാഹു തആല രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നമ്മളെ പെടുത്തട്ടെ. അതിന് നല്ലൊരു സൗകര്യം പെടുന്നതിന് ചെയ്തുതരാം. ഓരോ ആളുകളും ബക്കറ്റിൽ കഴിയുന്ന വലിയ സംഖ്യകൾ കൊടുത്തുകൊണ്ട് സഹകരിക്കുക. അല്ലാഹു തആല ദീനെ സഹായിച്ചവരെ അല്ലാഹു സഹായിക്കട്ടെ. നബിയിൽ മുസ്തഫ മുഹമ്മദ് ദീനെ സഹായിച്ചവരെ അല്ലാഹു സഹായിക്കട്ടെ. ആമീൻ പറയും. ഇത്തഖുന്നാർ വലോ ബിശിക്കി തംറ, ഒരു കാരക്കയുടെ ചീളം ഉണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കുക എന്ന ഹദീസിനെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സംഖ്യ കൊണ്ട് പ്രചോദനം ചെയ്താൽ പറഞ്ഞ ഞാൻ ആദ്യം ചെയ്യാം. അങ്ങനെയല്ല അതിന്റെ കണക്ക്. പൈസ നോക്കണ്ടേ, എത്രയും നോക്കരുത്. ഞാനീ കൊടുത്തെങ്കിലും നിങ്ങൾ കൊടുക്കണം. അല്ലെ, എത്ര നോക്കി കൊടുക്കരുത്. അള്ളാന്റെ ദീനെ ഇവിടെ കണക്കാക്കി കൊടുക്കല് അങ്ങനെ ചെല്ലും. ആണ് കൊടുക്കണ്ടേ. കയ്യിൽ കിട്ടുന്ന ഏതാ, ചെറുതാണെങ്കിൽ വലുതാക്കുക. വലുത് ചെറുതായിരുന്നു, വലുത് ചെറുതാക്കാൻ നോക്കരുത്, ചെറുത് വലുതാക്കാൻ നോക്കുക. ദീനിന് വേണ്ടിയിട്ടാണ്. എല്ലാരും ഒന്ന് സഹായിക്കും, സഹകരിക്കും. നാളെ ഇൻഷാ അല്ലാഹ് സമാപന പരിപാടിയാണ്. മജ്ലിസിനോട് 9 മണിക്കുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആബിദ് ഹുസൈൻ തങ്ങൾ MLA അവാർഡ് ദാനം നടത്തും. ഉദ്ഘാടനം ഫഹറുദ്ദീൻ തങ്ങളാണ്. ബഹുമാനപ്പെട്ട ചെമ്പലങ്ങാട് ഉസ്താദിന്റെ ദുആ ഉണ്ടാവും. എല്ലാവരും വളരെ നേരത്തെ. എന്റെ പ്രിയ സുഹൃത്ത് മുനീർ ഉദവിന്റെ പ്രൗഢഗംഭീരമായ ഉജ്ജ്വല പ്രഭാഷണം ഒക്കെ ഉണ്ടാവുന്ന നോട്ടീസ് മനസ്സിലാണ്. അല്ലാഹു തആല ഒക്കെ ഭംഗിയായി കൊടുക്കട്ടെ. നിങ്ങൾ ഈ സദസ്സിനെ സാമ്പത്തിക സഹായം കൊണ്ട് ഭംഗിയാക്കണം. അല്ലാഹു നിങ്ങളെയും ഭംഗിയാക്കും. അല്ലാഹു നമ്മയൊക്കെ ഭംഗിയാക്കി തരട്ടെ. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. രോഗങ്ങൾ ശുദ്ധിയാക്കി തരട്ടെ. ദോഷങ്ങൾ പുറത്തേറ്റ് റമദാൻ അനുകൂലമായ സാക്ഷി നിർത്തട്ടെ. നബിയിൽ മുസ്തഫ മുഹമ്മദ്. ചിന്തിക്കണേ. ഞാൻ എന്താ പറഞ്ഞെന്ന് മറന്നല്ല. അതിന്റെ അടിയിൽ കൂടെ എന്താ പറഞ്ഞു? അല്ല, യാഫി മാമിന്റെ ഒപ്പം തന്നെ ഉണ്ട്. അൽഹംദുലില്ലാ. അല്ല, തസവ്വദ് ഖരീനം മിൻ ഫിആലിക, നിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് കൂട്ടുകാരെ സംഭരിച്ചോ. നമ്മുടെ കൂട്ടുകാര് നമ്മുടെ അമലുകളാണ്, വേറെ ആരുമല്ല. ഇന്നത്തെ ഈ ദുനിയാവിന് വേണ്ടിയുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, ഇതൊക്കെ നാളെ ശത്രുക്കളാണ്. അൽഅഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വ്. എല്ലാവരും ശത്രുക്കളാണ്. നമ്മുടെ കൂട്ടുകാര് നന്മകൾ മാത്രമാണ്. ഇതെല്ലാരും ചിന്തിച്ചോളി. ഹക്കിനെതിരെ ആരെങ്കിലും സംഘടന ഉണ്ടാക്കിയ, ബാത്തിലിന് വേണ്ടി ആരെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കിയ, ബാത്തിൽ രസമാക്കി അതിന്റെ പിന്നാലെ ഒഴുകിയാൽ, ഇഖ്ലാസ് ഇല്ലാതെ തന്നെയും സംഘടനയിൽ പ്രവർത്തിച്ചാൽ ഈ ഓരോ ചലനങ്ങളും നമുക്ക് നാളെ കേടാ. ഇഖ്ലാസോടുകൂടി ആര് പണിയെടുത്തോ അത് ഖബറിൽ ഉണ്ടാകും. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. നല്ല നല്ല മുദ്രാവാക്യങ്ങളുമായി, നല്ല നല്ല മഹാന്മാരെ പേരുമായി, ഉള്ളിൽ കാപ്പറ്റ്യമായിട്ട് ആരെങ്കിലും നീങ്ങിയാൽ അവനൊക്കെ ഖബറിൽ അല്ലാഹു പുഴുക്കളെ കൊണ്ട് നിറക്കുമ്പോൾ ഇഖ്ലാസോടുകൂടി പണിയെടുത്തവർ രക്ഷപ്പെട്ടുകൊണ്ട് ചിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തട്ടെ. നബിയിൽ മുസ്തഫ തസവ്വദ് ഖരീനം ഫി അലിക ഇന്നമാ ഖരീനുൽ ഫതാ ഫിൽ ഖബർ മാ കാന യഅമലു അലാ അറിയണേ ഇന്നമൽ ഇൻസാൻ ക്ഷമായിട്ടും മനുഷ്യൻ വൈഫുൽ അഹ്ലിഹി, അവന്റെ കുടുംബത്തിൽ ഒരു അതിഥിയാ. മനോഹരമായ ഏത് മനുഷ്യനും അവന്റെ കുടുംബത്തിൽ വിരുന്നുകാരനാണ്. ഞാൻ ചെറിയ കണക്ക് പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടിട്ട് 20 കോടി വർഷമായിക്കണമെന്നാണ് ശാസ്ത്രീയ നിഗമനം. അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു അഭിപ്രായം എങ്ങനെയാണ്? എത്ര? 20 കോടി.
മനുഷ്യൻ വന്നിട്ട് 10,000 കൊല്ലായിട്ടില്ല. ആദം നബി ഭൂമിയിൽ വന്നിട്ട് ഇവിടുന്നാണ് കണക്കൂട്ടുക 10,000 കൊല്ലം തികയില്ല. ഈ മനുഷ്യന് വേണ്ടി സൂര്യൻ കത്താൻ തുടങ്ങിയിട്ട് 20 കോടി കൊല്ലായി. അല്ലാണ്ട് പണിയൊക്കെ നമ്മള് സാധാരണ ജുമാ സമയത്ത് സുബീഖനെ മുക്കറി ലൈറ്റ് കൂടി ഇട്ടിച്ച കമ്മിറ്റിക്കാർ ചീത്ത അറിയില്ലേ? ആ സമയത്തല്ല ഇട്ടേക്കുക. 10,000 കൊല്ലം മുമ്പ് വരുന്ന ഒരു മനുഷ്യന് വേണ്ടി 20 കോടി കൊല്ലം മുമ്പ് സൂര്യൻ കത്തണം. അതൊന്നും അള്ള നോക്കില്ല, മനുഷ്യനെ അങ്ങോട്ട് ബഹുമാനിച്ചു, നേരത്തെ തന്നെ കത്തിച്ചു. വലിയ വലിയ ആളുകൾ വരുമ്പോ അങ്ങനെ, പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ 4 ദിവസം മുമ്പ് ലൈറ്റ് എത്തി. അങ്ങനെയാണ് മനുഷ്യനെ ബഹുമാനിച്ചു. 20 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് സൂര്യനെ കത്തിച്ചു, ഭൂമി ഉണ്ടാക്കി, ആകാശം ഉണ്ടാക്കി. മനുഷ്യൻ വന്നത് പിന്നെയും കോടികൾ കൊല്ലം കഴിഞ്ഞില്ല. പക്ഷെ സെറ്റപ്പ് നേരത്തെ ചെയ്തു. അങ്ങനെ നേരത്തെ തന്നെ അങ്ങനെയല്ലോ. ചെറിയ വാളും പരിപാടിയൊക്കെ ആണെങ്കിൽ തലേന്നാണ് സ്റ്റേജ് ഇട്ട അല്ലെ? വലിയ സമ്മേളനമാണെങ്കിലോ മാസങ്ങൾക്ക് മുമ്പ്. മനുഷ്യനും വലക്കത് കാരണം ഭയങ്കര മനുഷ്യനാ, വലിയ മാന. ഓന്റെ മേലെ മലക്കില്ല, മലക്ക് മനുഷ്യന്റെ മാമൂമാണ്. പിന്നല്ലേ ജിന്ന്. മലക്ക് മനുഷ്യന്റെ മാമൂമാണ്, മലക്ക് മനുഷ്യന്റെ മാമൂമാണ്. മലക്കിന്റെ മുമ്പിൽ ഇമാമാണ് മനുഷ്യൻ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ സ്വർഗത്തിലെത്തിയാൽ എല്ലാ മനുഷ്യന്മാരും രാജാക്കന്മാരാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ സഹാബാക്കൾ ഭയങ്കര സംശയം. സഹാബാക്കൾ വെച്ചു, നല്ല രസമുള്ള ഒരു ചോദ്യ, നബിയെ രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ പ്രജകൾ വേണ്ടേ? അതാ ചോദ്യമാണല്ലോ. രാജാവ് എന്ന് പറഞ്ഞാൽ പ്രജകൾ വേണം അല്ലേ? വേണ്ടേ? ഒരു മന്ത്രി ഇങ്ങനെ പോകുമ്പോ വണ്ടിമ ലൈറ്റും ഇല്ല, ബാക്കിലും മുമ്പിലും പോലീസുകാരില്ല, മൂപ്പര് കള്ളിയത്തിനടുത്ത് ഗർവുമായിട്ട് ഇങ്ങനെ പോകണമെങ്കിൽ ആരെയും തിരിഞ്ഞു നോക്കും. മന്ത്രി ആണെങ്കിൽ അതിന്റെ ആ ചൊടി രസമൊക്കെ ഉണ്ടാവും. അതിന്റെ വേറെ രാജാവാണെങ്കിൽ നല്ല സൈന്യങ്ങൾ, പ്രജകൾ ഉണ്ടാവും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ സ്വർഗത്തിലെത്തിയ എല്ലാരും രാജാക്കന്മാരാണെങ്കിൽ ഈ രാജാക്കന്മാർക്ക് അനുയായികളും പ്രജകളും വേണ്ടേ? അതാരാന്ന് വെച്ചു. ഓരോരുത്തർ രാജാക്കളാണ്, പിന്നെ ബാക്കിൽ ആരാ നിൽക്കാള്? എല്ലാരും രാജാക്കന്മാരല്ലേ? എല്ലാരും കൂടി പ്രഭാഷകന്മാരാണെങ്കിൽ ശ്രോതാക്കളെ കിട്ടുമോ? അപ്പൊ നമ്മളെല്ലാരും ഉണ്ട് പ്രഭാഷകന്മാരാ. ഞങ്ങൾ കേൾക്കാൻ വന്നില്ല. അപ്പൊ കുറച്ച് പ്രഭാഷകന്മാർ, കുറച്ച് സംഘാടകർ, കുറച്ച് ശ്രോതാക്കൾ, ഇങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ സംഗതി ശരിയാവുള്ളൂ. അങ്ങനെയല്ലേ? അപ്പൊ എല്ലാരും കൂടിയാണ് രാജാക്കന്മാരായാലും പിന്നെ പ്രജകൾ ആരാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാ സ്വർഗത്തിലെത്തിയിട്ടുള്ള മനുഷ്യന്മാർക്ക് ഓരോ ആളുകൾക്കും 10,000-കണക്കിന് മലക്കുകൾ അനുയായികളാണ്. നബിയുനാ റസൂലുള്ളാഹി നമ്മളെ പ്രജകൾ മലക്കുകളാണെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മളായ ആരാ? പിന്നെ മേലെ ആരുമില്ല. അതുകൊണ്ടല്ലേ ലൈലത്തുൽ ഖദർ മലക്കുകളെ കൂടി ഇറങ്ങിയത്. കാരണം എന്താ? അവര് മുമ്പ് ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, അവർ മുമ്പ് ചോദിച്ചാ, പരസ്പരം രക്തം ചീന്തുന്ന, പരസ്പരം സംഘടനം കൂട്ടുന്ന, അടിപൊളി ഉണ്ടാക്കുന്ന മനുഷ്യന്മാരെ നീ ഇവിടെ പ്രതിനിധിയായിട്ട് ഉണ്ടാക്കണതിലുള്ള രഹസ്യം എന്താണ്? ആക്ഷേപല്ല, ഇസ്തിഫ്സാർ. ഇത് മലക്കുകൾ പണ്ട് കാലത്ത് ചോദിച്ചു. ആ മലക്കുകള് മനുഷ്യന്മാരിങ്ങനെ റമദാനിലും ലൈലത്തുൽ ഖദറിലൊക്കെ സജീവാക്കണ കാണുമ്പോ ഓൽക്കൊരു ഖേദം. മുമ്പ് ആ ചോദിച്ചതിന് ഒരു ഖേദം. അതിനാണ് തനസ്സലുൽ മലായികത്ത് എല്ലാവരും കൂടി ഇറങ്ങി സാറില്ലട്ടോ, മുമ്പ് അറിയാതെ ചോദിച്ചതാണ്, നിങ്ങള് ഇങ്ങനെയൊന്നും നമ്മൾ അറിഞ്ഞാ ചോദിച്ചിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ സങ്കടം തീർക്കാനും കൂടിയാണ് ഇറങ്ങിയിരുന്നത്. അവിടെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒക്കെ, ജിബ്രീലിന്റെ കൈ കിട്ടണം എന്ന് ആഗ്രഹമുള്ളവര് ഒന്ന് കൈ വന്നിക്കോ, ഞാനും വന്നിക്കാം. ലൈലത്തുൽ ഖദർ വലിയ ആലിമ്യങ്ങളൊക്കെ ഉണ്ട്, സോറി. ലൈലത്തുൽ ഖദറില് ജിബ്രീൽ അലൈഹിസ്സലാം കൈ പിടിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു നല്ല വഴി ഞാൻ പറഞ്ഞുതരാം. റെഡിയല്ലേ? റെഡിയല്ലേ? ഒരാളെങ്കിലും പുരയെ കുടിച്ചിട്ട് നോമ്പർപ്പിച്ചു. ലൈലത്തുൽ ഖദർ രാത്രിയും ജിബ്രീൽ എന്നിട്ട് കൈ പിടിക്കും. ഹലാലായ സമ്പത്ത് വേണം, ഇഖ്ലാസും വേണം, വേറൊന്നും വേണം. പിന്നെ കൊടുക്കണ നല്ല ഭക്ഷണമാവണം. ഈ പ്ലാസ്റ്റിക് ഒക്കെ പരമാവധി ഒഴിവാക്കി ജിബ്രീലും വലിയ സന്തോഷമാണ്. മനുഷ്യന്മാരെ കേടെടുത്തുന്ന സാധനമാണ്. ഞാൻ ഇപ്പൊ ഇന്നലെ എന്റെ അമ്മ എന്നോട് പറഞ്ഞ കുറച്ച് പാത്രം പ്ലേറ്റ് ഒക്കെ കൂടിയാണ് ഒക്കെ മണ്ണിന്റെ ആക്കാൻ പോകുന്നത്. മണ്ണിന്റെ ചട്ടി, മണ്ണിന്റെ ഗ്ലാസ്, മണ്ണിന്റെ പാത്രങ്ങളൊക്കെ അമ്മ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, ഇടക്കിടക്ക് ഉടഞ്ഞങ്ങാണ്ട് കാലും കഴിഞ്ഞും കേടുവരും, വേറൊന്നുമില്ല. അതിനേക്കാളും കേടുവരും പ്ലാസ്റ്റിക്. ഈ പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ്സൊക്കെയാണ് ചായ വെക്കുന്നത്. ചൂടുള്ള ചായ നെറ്റിയ പ്ലാസ്റ്റിക് ഉരുകും. അപ്പൊ ഈ ചായയില് പ്ലാസ്റ്റിക് കലങ്ങിയാണ്. എന്നിട്ട് പിന്നെ അളുമ്പണത് മൈദപ്പൊടിന്റെ പൊറാട്ട. ഈ പൊറാട്ടയും പ്ലാസ്റ്റിക് ഒക്കെ കൂടി കാലി വയച്ച് കണ്ട് ഇറങ്ങിയാൽ ക്യാൻസർ ശവാൽ ഒന്നിന് താനം കണ്ടു വരും. അതാണ് ഇതൊക്കെ കേട്ടാൽ നമുക്ക് ബേജാറുണ്ടാവും. ഒരു അളുമ്പല് നല്ലോണം കൂടുന്നല്ല. പ്ലാസ്റ്റിക്കും മൈദയും കൂടി കൂടിയിട്ട് ചപ്പിക്കിടക്കണ വാറ്റുക മഗ്‌രിബിന്റെ സമയത്താണ്ട് ഇറങ്ങിയാൽ ഇതാണ്ടാകാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
അതുകൊണ്ട് ഐതരുതങ്ങൾ പറഞ്ഞ് ഞാൻ ഒന്ന് വിശദീകരിക്കും കൂടിയാണ്. പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. നോമ്പറയിലൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ മര്യാദ ഈ പ്ലാസ്റ്റിക്കിന്റെ പാത്രം ഉപയോഗിച്ച് നോമ്പ് നടത്തുന്നവർക്ക് കൂലിട്ടൂല എന്ന് റഹ്മാനി പറഞ്ഞിരിക്കുന്നത് പറയാൻ കണ്ട. ഞാൻ പറഞ്ഞു ഒഴിവാക്കിയ നല്ലതാണെന്ന് പറഞ്ഞിട്ടുള്ളൂ, കൂലിട്ടൂല എന്നൊന്നും പറയാൻ എനിക്ക് അധികാരമില്ല. കൂലിട്ടുമായിരിക്കാം, പക്ഷെ ഒഴിവാക്കിയ നല്ലതാണ്. അങ്ങനെ ആരെങ്കിലും വിളിച്ച് നോമ്പർപ്പിച്ചാൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നിട്ട് ലൈലത്തുൽ ഖദറിൽ അവർക്ക് കൈ കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ, അള്ളാഹു നമ്മളെ പെടുത്തട്ടെ, അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ഇരുട്ടുണ്ടാക്കുന്നതും നമ്മളാണ്, ഖബറിൽ വെളിച്ചമുണ്ടാക്കുന്നതും നമ്മളാണ്, ഖബറിനെ ഇടുക്കുന്നതും നമ്മളാണ്, ഖബറിനെ പ്രവിശാലമാക്കുന്നതും നമ്മളാണ്. ഒരിക്കൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ, ഞാന് മുങ്കർ നക്കീറിന്റെയും പിന്നെ റഹ്മാൻ അതുപോലെ കുറെ മലക്കളുടെ അവസ്ഥ ഖബറിലുണ്ട്. അത് ഞാൻ എന്റെ പ്രസംഗത്തിൽ കുറെ പറഞ്ഞതാണ്. അത് ഞാൻ ആവർത്തിക്കുന്നില്ല, വിരസത വേണ്ടാന്ന് കരുതി. കാരണം നിങ്ങൾ പറയും അത് ആ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്, ഈ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്, പറഞ്ഞു തന്നെ പറയും, നിങ്ങൾ മനസ്സിൽ തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ, അത് കൽബിൽ എങ്ങനെ രക്ഷോളി. പരമാവധി പലപ്പോഴും പറയാതെ മാറിക്കുന്നത് പറയാനാണ് ശ്രമിക്കുന്നത്. തീരെ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് അതിന് അർത്ഥമില്ല. പലപ്പോഴും പറയാൻ വിട്ടുപോകുന്ന കാര്യങ്ങൾ ചിന്തിക്കണേ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് പേടിച്ച് വരച്ചുകൊണ്ട് കയറി വരികയാണ്. യാ റസൂലല്ലാഹ്, ഇന്നാലിന്ന മരുഭൂമിയിലൂടെ ഞാൻ നടക്കുമ്പോ മണ്ണിന്റെ അടിയിൽ നിന്നൊരു മനുഷ്യൻ പുറത്തേക്ക് തലയിട്ട് നോക്കുന്നത് കണ്ടു. മുഖം ഭീകരമാണ് നബിയേ. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് തീ പാറുകയാണ്, പല്ലുകൾക്കിടയിൽ നിന്ന് തീപ്പൊരിയാണ്, അദ്ദേഹത്തിന്റെ ശരീരം രോമാവൃതമാണ്, അദ്ദേഹത്തിന്റെ കൈയിന്റെ നഖങ്ങൾ ഒളി പോലെ നീണ്ടതാണ്, ആ നഖങ്ങൾക്കിടയിൽ നിന്ന് തീജ്വാല പാറുകയാണ്. കണ്ടപ്പോൾ ഞാനങ്ങ് വിറച്ചു. യാ റസൂലല്ലാഹ്, ഞാനങ്ങ് ഓടി നബിയേ. ഓടിയപ്പോൾ ആ മനുഷ്യൻ ഭൂമിയുടെ അടിയിൽ നിന്ന് പുറത്തേക്കങ്ങ് വന്നു. കാലിൽ ചങ്ങലയാണ്, ഊരക്ക് ചങ്ങലയാണ്, ശരീരത്തിൽ തീജ്വാല മാറുന്ന ഉടുപ്പാണ്. ആ തീ തട്ടിയിട്ട് മുടി കരിഞ്ഞു തൂങ്ങിക്കിടക്കുകയാണ്, അദ്ദേഹത്തിന്റെ മുഖം കരിഞ്ഞിരിക്കുകയാണ്. എന്നെ അട്ടഹസിച്ചുകൊണ്ട് ആ മനുഷ്യൻ വിളിച്ചു, യാ റസൂലല്ലാഹ് എന്നിട്ട് എന്നോട് പറഞ്ഞു, ഓടല്ല മോനെ, ദാഹിച്ച് വലഞ്ഞുകൊണ്ട് അല്പം വെള്ളത്തിന് വേണ്ടിയാ ഞാൻ ഭൂമിയുടെ അടിയിൽ നിന്ന് വന്നത്, അതുകൊണ്ട് സ്വല്പം വെള്ളം താ മോനെ. വെള്ളം ദാഹിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടൊരു മനുഷ്യന് വെള്ളം കൊടുക്കാതെ ഓടി പറയല്ല പൊന്നേ എന്ന് ആ മനുഷ്യൻ എന്നെ വിളിച്ച് വിലപിച്ചപ്പോൾ ദാഹിച്ച് വലഞ്ഞുകൊണ്ട് വെള്ളം ചോദിച്ചവന് ഏത് മനുഷ്യനാണെങ്കിലോ ഏത് മൃഗമാണെങ്കിലോ കണ്ടാൽ പേടിയാണെങ്കിലോ വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ പടച്ചവന്റെ പൊരുത്തം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് എന്നാലെന്ന് വെള്ളം കൊടുത്താലോ എന്ന നിലയിൽ ഞാനങ്ങ് തിരിഞ്ഞു നോക്കി. യാ റസൂലല്ലാഹ്, ആ സമയത്ത് അദ്ദേഹത്തിന്റെ കാലിലുള്ള ചങ്ങല രണ്ട് മനുഷ്യന്മാര് പിടിച്ചുകൊണ്ട് വലിക്കുകയാ. എന്നിട്ട് നിന്ന് തിരിഞ്ഞു നോക്കി എന്നോട് അവർ പറഞ്ഞു, തിരിഞ്ഞു നോക്കണ്ട, ഓടിക്കോ, വെള്ളം കൊടുത്തു പോകരുത്, ഓടിക്കോ. ഇതെല്ലാരും വെള്ളം കൊടുത്താൽ പിന്നെ ഞങ്ങളും വിടൂല്ല എന്നാ മനുഷ്യന്മാര് പറഞ്ഞപ്പോ ഭീകരമായ പേടിപ്പെടുത്തുന്ന കോലങ്ങളെ കണ്ട് ഞാനങ്ങ് പേടിച്ച് പനിച്ചു. യാ റസൂലല്ലാഹ്, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ. ഒക്കെ കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഖബറിന്റെ അടിയിൽ നിന്ന് അബൂജാഹിൽ പൊന്തി വന്നതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അത് അബൂജാഹിലാണ്. ഓന്റെ ഖബറിലെ അവസ്ഥ അതാണ്. ഓന് വെള്ളം കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ട് ഒന്ന് പൊന്തി വന്നതാണ്. ഓനെ കാലില് ചങ്ങല പിടിച്ചിട്ട് ഭൂമിക്ക് തന്നെ താഴ്ത്തിയത് മലക്കുകളാണ്. ഈ വെള്ളം കൊടുക്കാതിരുന്ന അത്രയും നന്നായി മുഹമ്മദ് മുസ്തഫ. നോക്കൂ അബൂജാഹിലിന്റെ അവസ്ഥ. നേരെ മറിച്ച് ഇനി ഖബർ വിശാലാണോ വെളിച്ചം നോക്കൂ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ സഹാബി ഓടി വന്നിട്ട് പറയാം, നബിയെ
ഞാൻ ഒരു മരുഭൂമിയില് ഒരു ചെറിയ ടെന്റ് കെട്ടി യാത്രയിൽ അവിടെ ഒന്ന് കിടന്നുറങ്ങാൻ വേണ്ടി നിന്നതാ. അപ്പൊ ഭൂമിന്റെ അടിയിൽ നിന്ന് തബാറക സൂറത്ത് ഇങ്ങനെ ഓതുന കേൾക്കണ്ടേ. ഞാൻ ടെന്റ് കെട്ടിയ ഭൂമിന്റെ അടിയിൽ നിന്ന് ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോ മണ്ണിന്റെ അടിയിൽ നിന്ന് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. ഞാനൊരു മരുഭൂമിയിൽ ടെന്റ് കെട്ടിയിട്ട് വിശ്രമിക്കുമ്പോ മണ്ണിന്റെ അടിയിൽ നിന്ന് സൂറത്തുൽ മുൽക്കിന്റെ അലയടി എന്റെ കർണപുടങ്ങളിലേക്ക് പതിയുകയാണ്. യാ റസൂലല്ലാഹ്. പറഞ്ഞു ബേജാറാണ്ട. എല്ലാ രാത്രിയിലും തബാറക സൂറത്ത് പതിവായി പാരായണം ചെയ്ത മനുഷ്യന്റെ മയ്യിത്ത് ആ ഖബറിന്റെ അടിയിലാണ്. അപ്പൊ അയാള് തബാറക്കിനോടുള്ള ആവേശം കൊണ്ട് ഖബറിന്ന് ഓതുന്ന ഓത്താണ് നിങ്ങൾ കേട്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ. ഖബറിൽ ഇബാദത്തൊന്നുമില്ല, പക്ഷെ ചിലർ ഇബാദത്ത് ചെയ്യും. റഅയ്തു മൂസാ യുസല്ലി ഫിൽ ഖബരി. ഞാൻ മൂസാ നബിന്റെ ഖബർ സന്ദർശിച്ചപ്പോ റസൂൽ പറയാണല്ലോ, മിഅ്റാജിന് പോണ സമയത്ത് മൂസാ നബിന്റെ ഖബറിലേക്ക് വന്നു മുഹമ്മദ് മുസ്തഫ. കാരണം അബുദാബിക്ക് ദുബായിക്കൊക്കെ ഒന്ന് പോകണമെങ്കിൽ മമ്പുറത്തേക്ക് പോണത് നല്ലതാണ്. ഒരു മഹാന്മാരെ ഖബർ സന്ദർശനം കഴിഞ്ഞിട്ടൊന്നാണ്ട് പോണത് നല്ലതാണ്. ആരെങ്കിലും നിങ്ങളെ നാട്ടിൽ നിന്ന് ദുബായിക്ക് പോകണം, അബുദാബി പോകണം, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് ഇറങ്ങണം, അസരി ഞങ്ങൾ പാപ്പന്റെ ഖബറിൽ സലാം പറഞ്ഞിട്ട് ഞങ്ങളെ കല്യാണത്തിന് പുതിയാപ്പിള ഇറങ്ങണം, ഞങ്ങൾ പ്രത്യേകം ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ ആ ഇറക്കത്തിന് നല്ലൊരു മട്ടം. അത് നല്ലൊരു മട്ടല്ല. നമ്മുടെ നാട്ടിലൊരു മഹാൻ ഉണ്ടെങ്കിൽ ആ മഹാന്റെ മദത് നമുക്ക് കിട്ടണം. അള്ളാഹു തആല തങ്ങളെ വർക്കത്തോടെ ഈ സദസ്സ് കബൂലാക്കാം. വലിയ വലിയ സ്ഥലത്തൊക്കെ പോകുമ്പോ അവരോട് നേരിട്ട് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നേരിട്ട് തന്നെ പറഞ്ഞോളൂ. അജ്മീർ കോയിൽ അവിടെ നിന്ന് പറയാം, ഹാജതങ്ങളെ ഞാൻ വല്ലാത്തൊരു പ്രയാസത്തിലാണ്, കടം നിറഞ്ഞിട്ട് വയ്യ, കടക്കാര് ചോദിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വന്നതാണ്, താങ്കൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയണ്ടെന്ന് ഓൽക്കറിയാം. ഓല അള്ളഹാനോടാണ് പറയും, അള്ള നമുക്ക് അവസരം എന്ന് പറഞ്ഞു തരും. അങ്ങനല്ലേ അല്ലാതെ കബറിനുള്ളിൽ നന്നായിട്ട് പണസഞ്ചികൾ തരുന്നല്ല, തന്നൂടായൂല്ല, തന്നൂടായൂല്ല. മഹാനായ മുഹമ്മദ് മുങ്കദർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാ, ഇമാം ബുഖാരിയുടെ ഉസ്താദാ. കട അങ്ങോട്ട് നിറഞ്ഞു, ഓരെന്ന് പറഞ്ഞില്ല. കടക്കാരങ്ങോട്ട് ചോദിച്ചു, വലിയ പണ്ഡിതനാണ്, എവിടുക്കാ പോയെന്നറിയോ? ഇലാ ഹദറത്ത് റസൂലില്ലാഹ്. റസൂലുള്ള ഭൂമിന്റെ മുകളിലില്ല, അടിയിലാണ്, ഖബർ ഷരീഫിലാണ്. റൗള ഷരീഫ് കണ്ടുപോയി. മോനോട് പറഞ്ഞേ പന തരണ്ടാന്ന് പറഞ്ഞു. എവിടുക്കാപ്പാന്ന് വെച്ചു, ഞാൻ എന്റെ മുത്തനബിന്റെ അടുത്ത് കാണുന്നതാണ്. മദീനത്തേക്ക് പോയി. റൗളന്റെ നേരെ എന്നിട്ട് പൊട്ടി അങ്ങോട്ട് കരഞ്ഞു. എന്തിനാ കരണെന്നും കൂടി പറഞ്ഞില്ല. അങ്ങനല്ലേ? വളരെ സ്നേഹമുള്ള ഒരാളെ കഷ്ടപ്പെട്ട് കിടക്കുമ്പോ കണ്ടാൽ കരച്ചിലേ വരുള്ളൂ, വർത്താനം വരുള്ളൂ. നമ്മളിപ്പോ ആക്സിഡന്റ് ആയി പെട്ടെന്ന് ആൾക്കാരെ കൊണ്ടുപോയിട്ട് ആശുപത്രിക്ക് കിടത്തി. അപ്പൊ ഉമ്മ ഇങ്ങനെ ആശുപത്രിക്ക് വരികയാണ്, ഉണ്ടോ കണ്ടാലാണ് കാര്യം. അല്ലല്ലേ? നല്ല കഷ്ടപ്പാടുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളെ കണ്ട വാക്ക് വരൂല, കരച്ചില വരിക. അപ്പോ മഹാനായ മുഹമ്മദ് മുങ്കദർ എന്ന മഹാനായ പണ്ഡിതൻ കടം കൊണ്ട് നിറഞ്ഞിട്ട് ടെൻഷൻ അടിച്ച് കഷ്ടപ്പെട്ടപ്പോ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് റസൂലുള്ളാഹിനെ നേരെ കാണുന്നത് പോലെ ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്നിട്ട് പൊട്ടി അങ്ങോട്ട് കരഞ്ഞു. നേരെ പൊക്കോളം എന്തിനാണ് പറയണിയാണ്, അങ്ങനെ മുണ്ടാൻ വയ്യ. അങ്ങനെ കരച്ചിലങ്ങ് ശക്തമായി പാതിരാത്രിയിൽ പറഞ്ഞുപോയി, അദ്ദൈൻ അദ്ദൈൻ യാ റസൂലല്ലാഹ്, കടം നബിയേ, കടം നബിയേ. ആർക്കൊക്കെയാണ് കടമെന്ന് പറഞ്ഞില്ല, എത്രയാണ് കടമെന്ന് പറഞ്ഞില്ല. കടം കടം എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിന്റെ ലക്ഷ്യപ്രഭുവായ മഹാനായ മുഹമ്മദുൽ മുങ്കദർ റളിയല്ലാഹു തആല പൊട്ടി കരഞ്ഞപ്പോ പാതിരാവിന്റെ ഉള്ളറ കഴിഞ്ഞുകൊണ്ട് കരച്ചിലങ്ങ് ശക്തമായപ്പോ റൗദയുടെ ഉള്ളിൽ നിന്ന് ശറഫാക്കപ്പെട്ട മനോഹരമായ പ്രഭാമയമായ ഒരു കയ്യങ്ങ് പൊങ്ങുകയാ. എന്നിട്ടൊരു ശബ്ദം കേട്ടു,
മുഹമ്മദിന് മുൻകുതരെ ഇത് പിടിച്ചോ, ഇത് പിടിച്ചോ. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് കരഞ്ഞുകൊണ്ട് കണ്ണുനീര് കവിൾത്തടങ്ങളിലൂടെ ഒളിച്ചിറങ്ങുന്ന തലപ്പാവ് ധരിച്ച ഹദീസിന്റെ ലക്ഷപ്രഭുവായ മുഹമ്മദിന് മുൻകുതർ നോക്കിയപ്പോ പ്രകാശമയമായ കൈ കാണുകയാ. ആ കൈകളിലേക്ക് മാനവர்கள் ഓടിപ്പോയി. ആ കയ്യിലപ്പോൾ ഒരു സഞ്ചിയുണ്ട്. റസൂലുള്ളാഹിന്റെ കൈയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ മുഹമ്മദ് മുൻകുതരങ്ങ് മുത്തുകയാ. അപ്പോൾ ഒരു ശബ്ദം കേട്ടു, ഇത് പിടിച്ചോ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ. നോക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ കയ്യിലൊരു പണസഞ്ചിയാണ്. മഹാനവറുകൾ അത് വാങ്ങി. അപ്പോൾ കൈ അങ്ങ് താണു. ഖബറിൽ എന്തെല്ലാം അത്ഭുതം കാണും. ഈ പണസഞ്ചി വാങ്ങിയപ്പോ കൈ അങ്ങോട്ട് കാണും. പുറത്തു കൊണ്ടുപോയിട്ട് തുറന്നിട്ട് എണ്ണി നോക്കുമ്പോ തനിക്ക് എത്രയാണ് കടണ്ട്, ആ കടം മൊത്തം വിട്ടാനുള്ള പൈസ ഇതിലുണ്ടായിരുന്നു. വാല മുഹമ്മദ് സയ്യിദ്നാ. മഹാന്മാര് ഖബർ കിടക്കുമ്പോ നമ്മളെ സഹായിക്കാനും കൂടിയാണ് കിടക്കുന്നത്, വെറുതല്ല. അതുകൊണ്ട് മഹാന്മാരെടുത്തൊക്കെ പോണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഈ സ്വഹാബി വന്നിട്ട് പറയുകയാണ്, സൂറത്തുൽ മുൽക്ക് മണ്ണിന്റെ അടിയിൽ നിന്ന് പാരായണം ചെയ്യുന്നത് ഞാൻ കേട്ടു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പേടിക്കണ്ട, ഹിയൽ മുൻജിയ വഹിയൽ മുജാദില. അത് മഹ്ശറിൽ മനുഷ്യന് വേണ്ടി തർക്കിക്കുന്ന സൂറത്താണ്, അത് ഓതിയവനെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പെണ്ണുങ്ങളെ പഴയ ഗൃഹാന്തരീക്ഷത്തിന്റെ ബറക്കത്തിന്റെ സംസ്കാരത്തിലേക്ക് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ റമദാനിന്റെ പട്ടാപ്പകലിൽ മാലി വിളിച്ചപ്പോൾ ഈ ആത്മീയമായ സൽക്കാരത്തിൽ വന്ന് പങ്കെടുത്ത പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങളെ, റിമോട്ട് സംസ്കാരത്തിൽ നിന്ന് മാറി നിന്ന് തബാറകയുടെ പ്രതാപ സംസ്കാരത്തിലേക്ക് വഴിമാറുമോ? ഇതാമത്തെ കൂട്ടുപിടിക്കുമോ? കാര്യത്ത് സലാത്തിലേക്ക് തിരിച്ചു പോകുമോ? ിലേക്ക് മടങ്ങിപ്പോകുമോ? അവസിൽ ബൈത്തിലേക്ക് തിരിച്ചു പോകുമോ? താളമതിരിച്ചിനൂറാണ് എല്ലാ ബലാലും ആപത്തും ഇടങ്ങേറുകൾ മുസീബത്തു ബദുരിങ്ങളെ പറകത്തിനാൽ കാക്കണം യാപനാദണ്ഡം വഭാവ സൂര്യൻ മറ്റുള്ള നീലമടങ്ങളും ബദുരിങ്ങളെ പറകത്തിനാൽ ശിഫയാക്കണം യാപന ദാഹമൗത്തത് കോട്ടിടും ഇബ്ലീസ് കോസിന കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദുരിങ്ങളാൽ ഗുണാപന നമുക്ക് ഖബറിൽ രക്ഷപ്പെടണം. ബദരീങ്ങളുടെ നേതാവായ നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ. എല്ലാരും മൊബൈൽ ഒന്ന് സൈലന്റ് ആക്കണം കേട്ടോ. ഇഷ്കിന്റെ മദ്ഹിന്റെ വർത്തമാനത്തിലൂടെ ഈ വിഷയം അവസാനിപ്പിക്കാൻ ഒരു സലാത്ത് എല്ലാരും മദീനയിലേക്ക് ചൊല്ലി. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നബി സല്ലു അലൈഹി സ്വല്ലവാത്തുല്ലാഹി അലൈഹി വയനലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി വയനലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി. അല്ലാഹ് 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 നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. अजब बेखुदी है कन में खून तो है, अजब बेखुदी है कन में खून तो है. मदीना 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 मदीना
വിശാല പ്രകാശ വിളങ്ങും സന്ദേശ വിശേഷ മദീന നബി മണിദീപമേ മത്ത് മദീന നിലാ മഖബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഭൂമിയുടെ മുകളിൽ ജീവിക്കുമ്പോൾ സലാത്ത് ചൊല്ലിയവരെ, ഭൂമിയുടെ മുകളിൽ ജീവിക്കുമ്പോൾ മദഹുമായി നടന്നവരെ, ഭൂമിയുടെ മുകളിൽ ജീവിക്കുമ്പോൾ പുന്നാരപ്പൂമാന്റെ പ്രണയ ലഹരിയിലായി അല്ലാഹുവിന്റെ റസൂലിന്റെ സ്മരണ സ്മൃതിയിൽ പൂക്കുമ്പോൾ കണ്ണ് നിറഞ്ഞവരെ, ഖബറാകുന്ന മണ്ണറയിൽ കൊണ്ടുപോയി തട്ടിയാൽ അല്ലാഹുവിന്റെ റസൂൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ്. മലക്കുകളെ റസൂലുള്ളാഹിനെ കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് മയ്യത്തിനോട് ചോദിക്കുമത്രേ, മാതാ തഖൂലു ഫീ ഹാദർ റജുലി, ഈ മനുഷ്യനെ കുറിച്ച് നിന്റെ അഭിപ്രായമെന്താ? മദീനയെ പൂതിലാവ് പോലെ ഹൃദയത്തിന്റെ തേന്മയായി, ശരീരത്തിന്റെ കസ്തൂരിയായി, കണ്ണിലെ സുറുമയായി, വായിൽ സലാത്തിന്റെ പായസവുമായി, ചുണ്ടിൽ സലാത്തിന്റെ മുദ്രാവാക്യവുമായി, കിനാബിൽ മുത്തുനബിയെ അതാ കൂട്ടുകാരനായി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മദീനയിൽ എത്തിയിട്ട് കരഞ്ഞു തളർന്നവന്, മദീനയിൽ എത്തി കരഞ്ഞു തളർന്നവന് റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ജീവിതത്തിന്റെ ഹോബിയാക്കിയവരെ ഇൻഷാ അല്ലാഹ് ഖബറാകുന്ന ഇടുങ്ങിയ റൂമിൽ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുവന്നിട്ട് മാതാ തഖൂലു യാ റജുലി എന്ന് മുഹിബ്ബായ മനുഷ്യനോട്, മുത്തബിയായ മനുഷ്യനോട് അല്ലാഹുവിന്റെ മലക്കുകളങ്ങ് ചോദിക്കുമ്പോ സ്വലാത്ത് കൊണ്ട് റൗദയെ വീർപ്പുമുട്ടിച്ചവരെ, റസൂലുള്ളാഹിനെ സന്തോഷിപ്പിച്ചവരെ, മയ്യിത്തായി കിടക്കുന്ന ഖബറിലുള്ള ഏകാന്തതയുടെ റൂമിലതാ പ്രകാശം ജ്വലിക്കുന്നു. എല്ലാ പ്രകാശത്തിന്റെയും അസ്തിത്വമായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്ക് കിടന്നപ്പോ നിന്റെ ഖബറാകുന്ന റൂമിലേക്ക് കടന്നു വന്നില്ലേ? റസൂലുള്ളാഹിന്റെ പ്രകാശമയമായ മുഖം കാണുമ്പോഴേക്ക് മലക്കുകളുടെ ചോദ്യത്തിന് മറുപടിയായി മയ്യിത്തതാ പറയുന്നു, ഹബീബി മുഹമ്മദ് മുസ്തഫ, ഇത് എന്റെ ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫയാണെന്ന് പറഞ്ഞുകൊണ്ട് ഖബറിൽ രക്ഷപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ. അല്ലാഹു നമ്മെ പെടുത്തട്ടെ. റബ്ബേ, ഈ വിശുദ്ധ റമളാനിന്റെ പട്ടാപകലിൽ ഈ ഓടി നടക്കുന്നതും പറയുന്നതും കേൾക്കുന്നതും റബ്ബേ അതിനുള്ള കാരണമായി നീ സ്വീകരിക്കണേ റബ്ബേ. ഈ ആഖിറസമാനിൽ ചപ്പ് ചവർ ചണ്ടികളായി ജീവിക്കുന്ന ഞങ്ങൾ മുത്തുനബിയുടെ ജിവാറിൽ നീ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. അവിടുത്തെ കൊണ്ട് ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ റബ്ബേ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് എല്ലാ രോഗങ്ങളും ഞങ്ങൾക്കും ഞങ്ങളുടെ ഉസ്താദുമാർ, സംഘാടകർ, വീട്ടുകാർ, കൂട്ടുകാർ, കുടുംബക്കാർ, ശിഷ്യന്മാർ, ഞങ്ങളുടെ സന്താനങ്ങൾ എല്ലാവർക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും നീ ശിഫയാക്കി തരണേ റബ്ബേ. ഞങ്ങൾ എല്ലാ സിഹറിൽ നിന്നും, എല്ലാ ഐനിൽ നിന്നും, എല്ലാ ശത്രുക്കളിൽ നിന്നും കാത്തുരക്ഷിക്കണേ റബ്ബേ. വല്ലാത്ത ഭീകരമായ വർഗീയപരമായ ഒരവസ്ഥയിലാണ് ഞങ്ങൾ. കഴിക്കാനും തിന്നാനും തൊടാനും മറക്കാനും പോവാനും ഒന്നും അവസരമില്ലാത്ത രൂപത്തിൽ പലരും കെണിഞ്ഞ് ശ്രമിക്കുമ്പോൾ നിന്റെ സഹായം കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും, കടമ്പകളിൽ നിന്നും, എല്ലാ വലകളിൽ നിന്നും ഞങ്ങൾ അല്പാൽപ്പം രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ഞങ്ങൾക്കെതിരെ വല വീശുന്നവരെ ഞങ്ങൾക്കറിയാം. എന്തിനാണ് ഇതൊക്കെ തുടങ്ങി വെക്കുന്നത് ഞങ്ങൾക്കറിയാം. ഇത് ഉളുഹിയത്തിലേക്കുള്ള വാതിൽ തുറക്കലാണ്, ഇത് അക്കീഖയിലേക്കുള്ള വാതിൽ തുറക്കലാണ്. അതിന്റെ ഈ വാതിൽ തുറന്നിച്ചാൽ അതൊക്കെ അവിടെ ബ്ലോക്ക് ആവും. അതിനുള്ള ചുവട് വെപ്പാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അമുസ്ലിം സഹോദരന്മാരൊക്കെ ഞങ്ങൾക്ക് കൂടെയുണ്ട്. ചില വർഗീയവാദികൾ മാത്രമാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഐക്യത്തിന് കത്തിവെക്കുന്നത്. അവരെ നീ നന്നാക്കി കൊടുക്കണേ റബ്ബേ, അവരെ നീ നന്നാക്കി കൊടുക്കണേ അല്ലാ. ഇല്ലെങ്കിൽ അവരെ ഷർറിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ. അവര് വലയുന്ന, അവര് നെയ്യുന്ന ചതി വലയിൽ അവരെ തന്നെ നീ പെടുത്തണേ റബ്ബേ ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒരു കവർ വിതരണം ചെയ്യുന്നുണ്ട്. നാളെ നിങ്ങൾ വരുമ്പോ മജ്‌ലിസിനൊക്കെയുള്ള സദസ്സാണ്. വലിയ വലിയ സംഖ്യകൾ വെച്ച രീതിയിൽ ആ കവർ രക്ഷപ്പെടാനുള്ള അവസ്ഥയിൽ നിങ്ങൾ കൊണ്ടുവരണം എന്ന് പ്രത്യേകമായി ഞാൻ ഉണർത്തുന്നു. അള്ളാഹു ദീനെ സഹായിച്ചവരെ അള്ളാഹു സഹായിക്കട്ടെ, ദീനെ സഹായിച്ചവരെ അള്ളാഹു സഹായിക്കട്ടെ. 12 മണിയായി ദീർഘമായി സംസാരിക്കാൻ ഈ സമയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ വരും, ഹദീസാ. എന്നിട്ട് മലക്കുകൾ ചോദിക്കും, മാദാ തഖൂലു ഫി ഹാദാ റജുലി, ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ നമുക്ക് പറയണം, ഇതെന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫയാ. നേരെ മറിച്ച് അതൊന്നും പരിചയമില്ല, റസൂലുള്ളാഹിന്റെ മേൽ സലാത്തല്ല, മദ്ഹില്ല, ഇഷ്കില്ല, വെറും സിനിമാ സംസ്കാരം. പൊന്നുമോനെ, എന്റെ മുടിയുടെ കട്ടിങ് നോക്ക്, നടുവിൽ ഇങ്ങനെ 3-4 മുടി സൈഡൊക്കെ വരണ്ടി വെച്ചത്. ഈ മുടിക്ക് കാരണം മുഹമ്മദ് മുസ്തഫയാ. എന്റെ തലയിൽ മുടി വളക്കാൻ കാരണം മുഹമ്മദ് നബിയാ. എന്നിട്ട് നീ മുടി ചെയ്തതോ ജൂതനെ കൊണ്ടുപോയി പണയം വെച്ചു. പൊന്നുമോളെ, നീ ധരിച്ച ബ്ലൗസ് നോക്കൂ, ഏതോ വേശ്യകൾ, ഏതോ സിനിമാ നടിമാർ. അവരാരാ? നാളത്തെ നരകത്തിലെ ചവറുകൾ, നാളത്തെ നരകത്തിലെ കാരങ്കൂസുകൾ, നരകത്തിലെ വിറകുള്ളികൾ. ഉമ്മത്ത് മുഹമ്മദിൽ പറഞ്ഞ നിന്റെ ശരീരം നരകത്തിലേക്ക് ഉറപ്പുള്ള വെള്ളിക്കഷ്ണങ്ങള്, നരകത്തിലേക്ക് ഉറപ്പുള്ള കമ്പി കഷ്ണങ്ങള്, നരകത്തിലേക്ക് ഉറപ്പുള്ള കൊള്ളിക്കഷ്ണങ്ങള്, അവർ ശരീരത്തിൽ ചുറ്റിയിട്ടുള്ള ബ്ലൗസ് ധരിക്കാൻ നാണമില്ലേ പെണ്ണുങ്ങള്? അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. ഓ ചെറുപ്പക്കാരാ, നീ ധരിച്ചിരിക്കുന്ന പാന്റ് ആരുടേതാ? ജൂതന്മാരുടേതാ, ക്രിസ്ത്യാനിയുടേതാ. ഞെരിയാണി മറച്ച് മുട്ടിന്റെ മേലെ ഉള്ള ട്രൗസർ, അല്ലെങ്കിൽ പൊക്കിൾ കാണുന്ന പാന്റ്, എന്നിട്ട് മുടിയെല്ലാം തോന്നിവാസ രൂപത്തിൽ. ഈ ശരീരത്തിന് കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീയാണെങ്കിൽ ഉമ്മത്ത് മുഹമ്മദിൽ പറന്ന ആളാണ്. എന്നിട്ട് നിന്റെ ശരീരത്തെ നാളെ നരകത്തിൽ പോകുന്ന ചവറുകൾക്ക് വേണ്ടി പണയപ്പെടുത്താൻ നാണമില്ലേ ചെറുപ്പക്കാരാ? ഒരു പരിവർത്തനത്തിന്റെ പടഹധ്വനിയാണ് ഈ പ്രസംഗത്തിലൂടെ ഞങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ വളരെ സ്നേഹത്തോടു കൂടി ആവശ്യപ്പെടുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പിരിയുന്ന ഈ സമയത്ത് നാളെ വരുന്ന ഖബർ ഭീകരമാണ്, ബീഭത്സകമാണ്, അതിഭീകരമാണ്, കൊടും ഭീകരമാണ്, ഇരുട്ടാണ്, ഇടുങ്ങിയതാണ്, വളരെ ക്ലേശകരമാണ്. പോകുന്ന നമ്മൾ കയ്യിൽ സാധനങ്ങളില്ലാതെ പോയാൽ നമ്മളെ കൈകാര്യം ചെയ്യാൻ മലക്കുകൾ മാത്രമല്ല, പുഴുക്കൾ മാത്രമല്ല, തേളുകൾ മാത്രമല്ല, പാമ്പുകൾ മാത്രമല്ല, പ്രത്യേകിച്ച് നിസ്കരിക്കാത്തവനാണ് ഖബറിൽ പോയി കിടക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഖബർ 2 ഭാഗത്തു നിന്നും അവനെ പിടിച്ച് ഞെക്കുന്നതാണ്, അവനെ പിടിച്ച് ഇടുക്കുന്നതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോരാ, സുബ്ഹി ഖലാഖിൽ എണീക്കുന്നവനെ, നോമ്പ് തുറന്നുകൊണ്ട് ഇശാഇ നിസ്കരിക്കാതെ തറാവീഹിൽ പങ്കെടുക്കാതെ കടപ്പുറത്ത് കറണ്ട് വലിച്ചിട്ടതുപോലെ പടച്ചവന്റെ അന്നം കഴിച്ച് കുമ്പവർപ്പിച്ചുകൊണ്ട് കൂർക്കം വലിച്ചുകൊണ്ട് നാണമില്ലാതെ പടച്ചവന്റെ ഭൂമിയിൽ കടന്നുറങ്ങുന്നവനെ നാളെ പോയി കിടക്കുമ്പോൾ ഇതിന്റെ വകയിൽ അവരാകുന്ന ഇടുങ്ങിയ ദേഹത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യുസല്ലത്തു അലൈഹി ശഅബ, ഒരു പാമ്പിനെ അവന്റെ മേൽ അധികാരം ചെലുത്തപ്പെടുന്നതാണ്. ശുജാഉൽ അഖ്റ എന്ന് പറയുന്ന ഒരു പാമ്പ് ഖബറിലേക്ക് കടന്നു വരുന്നതാണ്. പാമ്പിനെ കണ്ട് പരിചയമുള്ളവരല്ലേ നമ്മൾ? അതാ വാവാ സുരേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ രാജവെമ്പാലയെ പിടിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുന്നവരാണ്. ആ രാജവെമ്പാല പലപ്പോഴും വാവാ സുരേഷിനെ കൊത്താൻ വേണ്ടി തലവെക്കുന്നതും പണം വിളർത്തുന്നതും വിഷം ചീറ്റുന്നതും വാവാ സുരേഷ് സമർത്ഥമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതും പലപ്പോഴും കണ്ടവരാണ് നമ്മൾ. ഒരു പാമ്പിന് 2 ഭാഗം എണീറ്റ് നിൽക്കാൻ കഴിയും എന്ന് വാവാ സുരേഷ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനേക്കാൾ ഭീകരമായ അപകടകാരിയായ പാമ്പ് നിസ്കരിക്കാത്തവന്റെ ഖബറിലേക്ക് പ്രത്യക്ഷപ്പെടും. ളുഹർ ഖലാഖ് നടന്നവനാണെങ്കിൽ ളുഹർ മുതൽ അസ്ർ വരെ ഈ പാമ്പ് അവനെ കൊത്തിക്കൊണ്ടിരിക്കും എന്നിട്ട് പറയും, ഈ ളുഹർ ഖലാഖിയവനാണ് ഞാൻ ഈ കൊത്തുന്നത്. അസ്ർ ഖലാഖിയവനാണെങ്കിൽ അസ്ർ മുതൽ മഗ്രിബ് വരെ ഈ പാമ്പ് അവനെ
കൊത്തിക്കൊണ്ടിരിക്കുന്നതാണ്. മഗ്രിബ് ഖലാക്കിയവനാണെങ്കിൽ മഗ്രിബ് മുതൽ ഇശാ വരെ ഈ പാമ്പ് അവനെ കൊത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇശാ ഖലാക്കിയവനാണെങ്കിൽ ഇശാ മുതൽ സുബ്ഹ് വരെ ഈ പാമ്പ് അവനെ കൊത്തിക്കൊണ്ടിരിക്കുന്നതാണ്. 5 വക്തും ഖലാക്കിയിട്ടാണ് ഖബറിൽ പോയി കിടക്കുന്നതെങ്കിൽ ഖബറിലുള്ള ഇരുട്ടിന് പുറമെ, ഖബറിലുള്ള പുഴുക്കൾക്ക് പുറമെ, ഖബറിലുള്ള അലാബിന് പുറമെ, ഖബറിലുള്ള തീജ്വാലകൾക്ക് പുറമെ ഈ കഠിന കഠോര വിഷം ചീറ്റുന്ന ശക്തമായ പാമ്പിന്റെ കൊത്ത് കെട്ടിയിട്ട് അവൻ കഠിനമായ കഠോരമായ വേദന കൊണ്ട് പൊളയുന്നതാ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മേലാൽ ജീവിതത്തിൽ നിസ്കാരം കളാക്കുന്ന ഒരു അപകടം നമുക്ക് ആർക്കും അല്ലാഹു വരുത്താതിരിക്കട്ടെ. അത് തീരുമാനമായിട്ട് എടുത്തു പോകണം. പ്രത്യേകിച്ച് ഇപ്പൊ നല്ല പരിശീലിക്കാൻ പറ്റുന്ന സമയം. ഇപ്പൊ നിസ്കാരം കളാ വിട്ടാലുള്ള ചില ആൾക്കാർ സംശയിക്കാറുണ്ട്, തറാവിസ്കരിക്കാൻ പറ്റുമോ? എന്നാലും ചോദിച്ചതാ, എന്താന്നറിയോ അതെ തറാവിസ്കരിക്കാൻ പറ്റും, എന്തേ നിസ്കാരം കളാ വിട്ടാൽ? അവിടെ കൺഫ്യൂഷൻ തീർക്കണേ നല്ലതാണ്. കിതാബിലൊക്കെ ഫർളിസ്കാരം കളാ വിട്ടാലുള്ള ഫർളിസ്കാരം കളാ വിട്ടാ വേണ്ടത്, സുന്നത്ത് സ്കരിക്കരുത്. അതിന്റെ അർത്ഥം എന്താ അറിയങ്ങള്? സുന്നത്ത് സ്കരിച്ചാൽ കൂലിട്ടൂല എന്നല്ല, അത് തെഹ്ഖീഖായിട്ട് പഠിച്ചോക്കൂ. സുന്നത്ത് നിസ്കരിച്ചാൽ കൂലിട്ടു. എവിടെയാണ് ഈ ഹറാമ് വരുന്നത്? നിസ്കാരത്തിലല്ല, സമയം തിരിക്കുന്നില്ല. സർഫുൽ വക്തിലാണ് ഹറാമ് എന്ന് പറഞ്ഞാൽ ഫർളിസ്കാരം കളാ വിട്ടാലുള്ളവന് ഫർളിസ്കാരം കളാ വിട്ടാ വേണ്ടത്, സുന്നത്ത് സ്കരിക്കരുത്. പ്രധാനമായ ഒരു കാര്യത്തിനെ തൊട്ട് അപ്രധാനമായ ഒന്നിലേക്ക് സമയം തിരിക്കലാണ് ഹറാമ്, നിസ്കരിക്കലല്ല. ഇതിപ്പോ ചിലരെന്താ ചെയ്യുന്നറിയോ? ചിലര് തറാവിസ്കരിക്കാതെ ഒരൊറ്റ ഓട്ട, എന്തേ തറാവിസ്കരിക്കൽ ഹറാമാണ്, ഫർളിസ്കാരം കളാട്ടാണ്. എന്നിട്ട് എന്താ പണി? അങ്ങാടി പോയി ദൈവത്ത് പറയാം. അതോ അത് സുന്നത്താണ്? തറാവിസ്കരിക്കൽ ഹറാമ്, അങ്ങാടി പോയിട്ട് സ്വർക്കൽ സുന്നത്തും. മസല അങ്ങനെ മനസ്സിലാക്കി. തറാവിസ്കാരത്തിന് എന്തോ ഒരു ഭീകര ജീവി പോലെ കണ്ടു. ഫർളിസ്കാരം കളാവിട്ടുണ്ടെങ്കിൽ തറാവിന് കൈയിട്ടത് ഹറാമ്, അങ്ങാടി പോയിട്ട് സ്വർക്കലോ സുന്നത്ത്. അങ്ങാടി പോയിട്ട് സ്വർക്കല അതിനേക്കാൾ ഹറാമ. എന്നാ പിന്നെ നല്ലത് തറാവിസ്കരിക്കല. അത് ശരി, എന്തെങ്കിലും മനസ്സിലാക്കിയേക്ക. നീ ഫർളിസ്കാരം കളാ കൂട്ടൂല, ആ സമയത്ത് അങ്ങാടി പോയിട്ട് സ്വർക്കുകയാണെങ്കിൽ അതിനേക്കാളും നല്ല എന്താ? അതിനേക്കാളും നല്ല എന്താ? തറാവിക്ക് പങ്കെടുക്കല. അതുകൊണ്ട് ഫർളിസ്കാരം കളാ വിട്ടുള്ളവന് ഫർളിസ്കാരം കളാ വിട്ട് തന്നെയാണ് വേണ്ടത്, തറാവിസ്കരിക്കണ്ട. പക്ഷേ ഇത് തറാവിക്കുള്ള ആനുകൂല്യം എന്ന് മനസ്സിലാക്കിയിട്ട് പോയിട്ട് സ്വർക്കാൻ നിൽക്കണ്ട, എന്നാ പിന്നെ തറാവിസ്കരിക്കല്ലേ. ഞാൻ പറഞ്ഞ മസല രണ്ടും ഒന്നെ കേട്ടോ. ഫർളിസ്കാരം കളാ വിട്ടുള്ളവൻ ഫർളിസ്കാരം കളാ വിട്ട് തന്നെ വേണ്ടത്, സുന്നത്ത് സ്കരിക്കരുത്. അത് ശരി തന്നെയാണ്, അത് തർക്കല്ല. പക്ഷെ അതൊന്ന് വിശദീകരിക്കണം. എന്നാ ഫർളിസ്കാരം കളാ വിട്ടില്ല, സുന്നത്ത് സ്കരിക്കില്ല. സിനിമ കാണുകയാണ്, സീരിയൽ കാണുകയാണെങ്കിൽ അതിനേക്കാളല്ലേ തറാവിസ്കരിക്കല്ലേ, അത് അതിന്റെ കൂലിട്ടിക്കോളും. പിന്നെ ഹറാമ് വരുന്നത് സർഫുൽ വക്തിനാണ്, സമയം തിരിച്ചു എന്നുള്ളതിനാണ്. ഫർളിലേക്ക് തിരിക്കേണ്ടത് സുന്നത്തിലേക്ക് തിരിച്ചു, അതിന് കുറ്റം കിട്ടും, നിസ്കരിച്ചതിന് കൂലി. ഒരു ഉദാഹരണം പറയാം. ആരാന്റെ തുണി കട്ട് നിസ്കരിച്ചാൽ ഹറാമാണ്, നിസ്കാരം ശരിയാണ്. മനസ്സിലായോ? ആരാന്റെ തുണി കട്ടു നിസ്കരിച്ചാൽ നിസ്കാരം ഹറാമാണ്, സഹിയാണ്. അപ്പൊ ഈ ഹറാം എവിടെയാണ്? തുണി കട്ടത് ഹറാം, നിസ്കരിച്ചത് ശരി. അതുപോലെ ഇവിടെ തറാവിസ്കരിച്ചാൽ സുന്നത്തുമാണ്, ഹറാമാണ്. ഹറാം എവിടെ വരുന്നത്? സർഫുൽ വക്ത്. ശരിയാതെ എവിടെ? നിസ്കാരം ശരിയാ. അപ്പൊ ഏതായാലും ഗീബത്തും നമീമത്തും പറയാതിരിക്കുകയാണെങ്കിൽ നിസ്കാരം കളാ വിട്ടൽ അല്ല, തറാവിസ്കരിക്കാൻ നല്ലത്. ഏതായാലും തറാവി നിസ്കരിക്കാതെ കളാ വിട്ടാളത് കളാ വിട്ടായി റമദാൻ ഉപയോഗപ്പെടുത്തിച്ചോ. എന്നാൽ ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദ്ർ അനുഭവിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അല്ലാഹു പറഞ്ഞു കേട്ടത് കബൂലാക്കട്ടെ. ഒരു ബക്കറ്റ് ഒന്ന് ഇവിടെ വെച്ചാൽ, ഒരു ബക്കറ്റ് ഇവിടെ വെച്ചോളൂ. ബക്കറ്റ് ആയിക്കൂടി നടന്നിട്ടുണ്ടാവും, അതിലൊക്കെ ഇപ്പൊ എത്ര കൊട്ട് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയണല്ലേ. നേരെ മറിച്ച് നിങ്ങൾ എല്ലാരും കൂടി നീച്ചു വന്നിട്ട് ഈ ബക്കറ്റിൽ ഇങ്ങനെ പോക്കറ്റ് കഴിച്ചിട്ട് ഇങ്ങനെ ഇടുമ്പോ അതൊരു സദഖയുടെ പേമാരിയാണ്. അപ്പൊ ഒരു ദുആ നല്ലോണം വെച്ചു കൊടുത്താൽ മതി, അള്ളാഹു അവിടെ ചെയ്യിക്കും ഇൻഷാ അല്ലാഹ്. വലിയൊരു ലാഭം അങ്ങനെ അതിലുണ്ട്. അതുകൊണ്ട് അവിടെ